നോക്കിക്കോ നിങ്ങൾ, എല്ലാവരും കൊതിക്കുന്നത് മനസ്സമാധാനമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പേര് തന്നെ സമാധാനമാണ്. ആ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ എന്തൊക്കെ പറയാനുണ്ട്, നിനക്ക് ആഫിയത്ത് തരട്ടെ, അന്റെ കടന്ന വീട്ടിൽ തരട്ടെ, എന്തൊക്കെ പറയാൻ. പക്ഷെ അതൊന്നുമല്ല പറയുന്നത്. എല്ലാരും കണ്ടുമുട്ടിയാൽ അസ്സലാമു അലൈക്കും, നിനക്ക് പ്രത്യേക സമാധാനം ഉണ്ടാകട്ടെ. അത് പണക്കാരെ കണ്ടാൽ, പണിക്കാര് പണക്കാരെ കണ്ടാൽ, പണ്ഡിതൻ പാമരനെ കണ്ടാൽ, ഭർത്താവ് ഭാര്യയെ കണ്ടാൽ, അറബിയെ കണ്ടാൽ, എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുമ്പോ പറയുന്നത് അസ്സലാമു അലൈക്കും, നിനക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഇനിയോ ഈ ഇസ്ലാമിന്റെ ഉടമയായ അല്ലാഹ് മുസ്ലിമാകുന്ന മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നത് എങ്ങോട്ടേക്കാണ്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, മനസ്സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്, സ്വർഗത്തിലേക്കാണ് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത്. അവിടെ സമാധാനമാണ്. എന്തേ? അവിടെ മഴ പെയ്യോന്ന് ബേജാറില്ല, ചൂടെടുക്കുമോന്ന് പ്രശ്നമില്ല, കറണ്ട് പോകൂല, പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല, ബില്ല് എക്സ്ട്രാ വരൂല, പരസ്പരം ചാക്കിട്ട് പിടിക്കൂല, കാല് വലിക്കൂല, കസേര വലിക്കൂല, പരസ്പരം ചതിയില്ല, വഞ്ചനയില്ല, കുയിന്തില്ല, കിബറില്ല, ഹസദില്ല, പാരവെപ്പില്ല, കടം വാങ്ങിയാൽ കൊടുക്കാതിരിക്കൂല, കണ്ടാൽ ഒടിഞ്ഞു പോകൂല. അല്ലാഹ് എല്ലാവരും ഖാലൂ സലാം സലാം സലാം. അല്ലാഹ് അങ്ങനത്തെ ഒരു സമാധാനം എവിടെയാ കിട്ടുക അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മളൊരാൾ വല്ലാതെ ചിരിച്ചാൽ നമുക്ക് ബേജാറ്, അങ്ങനെ വല്ലാതെ ചിരിക്കുന്നുണ്ട് എന്തിനാണാവോ അല്ലേ, നമുക്ക് ബേജാറ്. ഇനി ചിരിച്ചിട്ടില്ലെങ്കിലോ ഇപ്പൊ കണ്ടിട്ട് ചിരിക്കലും കൂടിയില്ല, എന്തോ കുടുങ്ങി, അതും ബേജാറ്. എന്താ ചെയ്യാം? നിങ്ങള് ഭൗതികമായ ലോകത്ത് അവസ്ഥ ഞാൻ പറയുന്നത്. ഒരാൾ തീരെ ലോകത്തിന് വരാതിരുന്നാൽ നമുക്ക് ബേജാറ്, വല്ലാതെ രോഗിയായാൽ അതും ബേജാറ്. ഒന്നും നമുക്ക് വയ്യ, ആരെയും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, നോക്കിക്കോ നിങ്ങൾ, വല്ലാത്ത സമാധാനക്കേടാണ്. പ്രത്യേകിച്ചും ശാസ്ത്രം ഇങ്ങനെ വികസിച്ച് വരുമ്പോ, ഭൗതികമായി ഉയർന്നു വരുമ്പോ, സാങ്കേതികമായി പൊങ്ങി വരുമ്പോ, അതനുസരിച്ച് സമാധാനം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുക. മുമ്പൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഏത് വിഷമം വന്നാലും ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ നമുക്കൊരു ധൈര്യം. ഇപ്പൊ ഡോക്ടർ അടുത്തേക്ക് പോയാൽ തന്നെ എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ നിക്കി, ഞാൻ എന്റെ മോനും കൂട്ടിയിട്ട് വരാം, അല്ലെങ്കിൽ 2 ഡോക്ടർ കൂടി കാണിക്കട്ടെ. എന്തേ കാരണം? ചെറിയ വയറുവേദന വന്നതാണ്, അതിനാ ഡോക്ടർ ഓപ്പറേഷൻ പിരിച്ചത്. ഓപ്പറേഷനൊക്കെ കുറഞ്ഞ ബില്ലായിട്ടുള്ളൂ, സംഗതിയൊക്കെ ശരിയാ. പക്ഷേ 4-5 കൊല്ലം കഴിഞ്ഞ് മറ്റെന്തോ ഒരാവശ്യത്തിന് സ്കാൻ ചെയ്തപ്പോഴാ, അല്ല നിങ്ങളെ സ്റ്റെപ്പിന് പോയിക്കണല്ലോ, എന്തേ 2 കിഡ്നി ഉണ്ടാവും എല്ലാവർക്കും, നിങ്ങൾക്ക് ഒന്നുള്ളൂ. അത് 5 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പോക്കറ്റ് അടിച്ചതാ. നിങ്ങൾ പഴയ കാലത്ത് കീശയിലുള്ള കാശേ പോക്കറ്റ് അടിക്കുള്ളൂ. ഇപ്പൊ വയറിനകത്തുള്ള കിഡ്നി അടക്കം പോക്കറ്റ് അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. തുറന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനസികമായി അടുത്ത ആളുകളെ പോലും നമുക്കിപ്പോ ഒന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരാണത്? നമ്മളെ ഭാര്യമാര്. നിങ്ങൾ ഒരു ഭാര്യയുടെ കൂടെ രാത്രി സന്തോഷത്തോടു കൂടെ കടന്നുറങ്ങാൻ ഭർത്താക്കന്മാർക്ക് ധൈര്യമല്ല. ഭർത്താക്കന്മാരെ കൂടെ മോട്ടോർ ബൈക്കിന്റെ വേക്ക് കയറിയിട്ട് ഒരു ടൂർ പോകാൻ ഭാര്യക്കും ധൈര്യമല്ല. അങ്ങനെ പിള്ളേ, ഞാൻ അഥവാ ഭാര്യ വീട്ടിൽ പോയിട്ടെങ്ങാനും കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രാവിലെ എണീറ്റാൽ ആദ്യം ബ്രഷും പേസ്റ്റും എല്ലാം നോക്കണ്ടേ, ഒന്ന് തപ്പി വെക്കുക, തലല്ലേ ഉടനുമേ, തല ഉണ്ടായിട്ടുണ്ട് പല്ലേക്കണെങ്കിൽ. കാരണം ഇവളൊരു പക്ഷേ കാമുകന് ഫോൺ ചെയ്ത് വരുത്തിയിട്ട് ഇവന്റെ കഥ കഴിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ, അള്ള കാക്കട്ടെ. കാരണോ ഇന്ന് നമ്മളെ അവസ്ഥ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും സമുദായത്തിൽ അല്ല കൂട്ടരെ. ഡോക്ടർ ഓമന എന്ന് പറയുന്ന പെണ്ണ്
ആ സ്വന്തം ഭർത്താവിനെ ഊട്ടിയിൽ വെച്ച് കൊലപ്പെടുത്തിയിട്ട് നമ്മളെ കഷ്ണമീന് കഷ്ണാക്കും പോലെ കഷ്ണിച്ചിട്ട് ബേഗിലാക്കിയിട്ട് കൊണ്ടുവന്ന് കൊക്കയിൽ തള്ളിയെന്ന് മാതൃഭൂമി റിവായത്ത് ചെയ്ത സ്വഹീഹ ഹദീസാ. ഈ കഴിഞ്ഞ റമദാന് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത കോരങ്ങോത്ത് മുഹമ്മദ് ഹാജി അദ്ദേഹം അതിനിഷ്ഠൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിനെതിരിൽ ആളുകളൊക്കെ ഇറങ്ങി അന്വേഷിച്ചു നോക്കുമ്പം പ്രതികൾ ആരാറിയോ നിങ്ങള്? സ്വന്തം 2 ആൺമക്കളും സ്വന്തം ഭാര്യയായ പർദ്ദയും മസ്തയും ധരിച്ച പെണ്ണുങ്ങളും. ഇത് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഒരു മകൻ ഓടി വന്നിട്ട് പുതപ്പ് കൊണ്ട് ഉപ്പാനെ മൂടി. മറ്റേ മകൻ വന്നു, കഴുത്തു പിടിച്ചിട്ട് നെരിച്ചു. ബാപ്പയെ കൊന്ന് കാറിന്റെ ഡിക്കിലിട്ട് നേരെ മൈസൂർ കാട്ടിൽ കൊണ്ടുപോയി ഹിംസ്ര ജീവികൾക്ക് തിന്നാൻ കൊടുത്തു. ഞാൻ പറയും, എങ്ങനെ സ്വന്തം ഭാര്യ വിശ്വസിക്കുക? അപ്പൊ എന്താ സംഭവം? ഇങ്ങനെ മെയിൻ സ്വിച്ച് ഓഫാക്കി ചെയ്യാൻ കാരണം ബാപ്പ കളരിയ പോലും. കളരിയുള്ള വാപ്പാനെടുത്ത് നേരെ ചെല്ലാൻ കഴിയില്ല എന്ന് മക്കൾക്ക് ഉറപ്പാ. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുന്ന നേരം നോക്കിയിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കി ഉമ്മി 2 മക്കളും കൂടി ഒപ്പിച്ച പേടിയാ. പൊരിയുന്നൊക്കെ സുബൈക്കുമ്പോ നല്ലോ കരുതിക്കോളി. സുജൂദുക്കാണ് പോയാല് ഇങ്ങോട്ട് മടങ്ങിയ അല്ല കണ്ട്. കാരണം സ്വന്തം ഭാര്യ 2 മക്കളുമാ. പക്ഷെ ചെറുപ്പക്കാരെ നമുക്കൊക്കെ ഒരു മാതൃക ഉണ്ട് അതില്. എന്തേ? നമുക്ക് ചില ആളുകൾക്ക് ഒരു തോന്നല, ഞാൻ കുംഫു ആണ്, ഞാൻ കരാട്ടയാണ്, ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്, ഇത് യെല്ലോ ബെൽറ്റ് ആയിട്ടും കാര്യമല്ല. അള്ളാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ള കണക്കാക്കിയ സമയം കണ്ട് എത്തിയാൽ ഡബിൾ ബെൽറ്റ് ഉണ്ടായാലും ശരി എന്റെ പണി കയ്യെന്നെ ചെയ്യൂ. അങ്ങനെ ചില ചെറുപ്പക്കാർക്കുണ്ട്. കണ്ണാടിന് മുമ്പ് പോയി കണ്ട് തൈലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ മസിലൊക്കെ ഇങ്ങനെ നോക്കും. എന്റെ മസിലുകൊണ്ട് എന്താ? അള്ള കണക്കാക്കി ടൈം എത്തിക്കഴിഞ്ഞാൽ സംഭവം നടക്കുമെന്ന കാര്യം ഉറപ്പാ. ഇവിടെ നോക്ക് നിങ്ങൾ, ഈ കളരിയും കരാട്ടയും പഠിച്ച ബാപ്പ, ആ ബാപ്പയെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്താൻ 2 മക്കളും പർദ്ദയും മസ്തയും ധരിച്ച ഉമ്മയും കൂട്ടുനിന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയപ്പോ നമ്മളെ കുടിക്കാറ്റ് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം സന്തോഷത്തോടെ നമ്മൾ കഴിക്കുക? നമ്മൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോ എന്റെ പൊരക്കാർത്തിക്ക് എന്നോട് ഭയങ്കര സ്നേഹ, അത് വാരി വെച്ച് തിന്നത് ഓർമ്മയുണ്ട്. പിന്നെ വാങ്ങീന് നോക്കുമ്പോ പിന്നെ ഓള് വേറെന്തോ തരികിട. ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ എന്റെ ഭാര്യ വീട്ടിലേക്ക് എന്നെ നോമ്പോർക്കാൻ ക്ഷണിച്ചു. അങ്ങനെ അന്ന് 3 നോമ്പോറിയാണ്. ഇതൊക്കെ എങ്ങനെ 3 നോമ്പൊക്കെ ഓർക്കരുത്. നമ്മളെ പഠിക്കൽ അദ്രാമാശം ഉമ്മറക്ക് പോവുകയാണ്. അള്ളാഹു ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പൊ അവിടെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന സെക്രട്ടറി എന്നുള്ള രീതിയിൽ പോകണം. കൊടുക്കണം.
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض. അപ്പോൾ 6 മണിക്ക് അവിടെ എത്തി പഠിക്കൽ ബദർമൂലിനൊക്കെ കൂടി നോമ്പ് തുറക്കാനുള്ള ഒരു പാക്കറ്റ് കാരക്കയായിട്ട് ഞാൻ അവിടുന്ന് പോയി. പിന്നെ പത്തനാപുരത്താണ്. എൻ്റെ സ്ഥാപനത്തിനടക്കമൊക്കെ ഇങ്ങനെ സഹായിക്കുന്ന രാജിക്കായതുകൊണ്ട് അയാൾ വെറുപ്പിക്കാൻ വയ്യ. റമദാൻ ആകെ മാക്സിമം 30 ദിവസമല്ലേ കിട്ടുകയുള്ളൂ. അപ്പം അവിടെ കൂടി നോമ്പ് മുറിച്ച് മാരും നിസ്കരിച്ചിട്ട് പിന്നെ ഞാൻ ഭാര്യ വീട്ടിൽ പോകണം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ 1-ാം ജമാഅത്ത് കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ 2-ാം ജമാഅത്തിൻ്റെ ടൈമാണ്. എന്നോട് വന്ന പുതിയാപ്പിളയെ ഭക്ഷണം കഴിച്ചോളിയാണ്. സംഗതി കോഴിക്കോട് നിന്ന് കല്യാണം കഴിച്ച അങ്ങനെ ഗുണമുണ്ട്. സംഗതി 4 മക്കളെ വാപ്പ എപ്പോഴും പുതിയാപ്പിളയെന്നാ പേടി. കേൾക്കുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഉണ്ടല്ലോ. ഇനി കെട്ടിയിൽ മാറ്റി കെട്ടണ്ട ഞാൻ പറയാം. അപ്പം ഏതോട്ടെ ചുരുക്കത്തിലാക്കി എന്നോട് ഒരു ഭക്ഷണം കഴിച്ചോളിയാണ്. ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാം. അല്ല കഴിക്കാം. എന്നാലും ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. ഇത് താമരശ്ശേരി പെണ്ണുങ്ങൾ അവിടെ ഭക്ഷണം തരില്ലേ വിശ്വസിക്കാൻ വയ്യ. ഞങ്ങൾ ലേശം ഇറച്ചും പത്തിരിക്ക് കൊണ്ടുവരും. എന്തേ ഞാനതൊക്കെ കുഴച്ചിട്ട് ആദ്യം പൂച്ചക്ക് കുറച്ചിട്ട് കൊടുക്കട്ടെ. പൂച്ച കൊട്ടിപ്പറഞ്ഞ് വിൽക്കണില്ലെങ്കിൽ ഞാൻ തിന്നോളാറ്. ഞാൻ തമാശ പറഞ്ഞതാണ്. പക്ഷെ സംഗതിയിൽ ഇങ്ങനെ പത്ര റിപ്പോർട്ട് എടുത്തു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നോക്കി 3 റിപ്പോർട്ട് ഓഫീസ് സ്വന്തം ഭർത്താവിനെ കൂലിക്കാളെ വെച്ച് കൊല ചെയ്തിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഭാര്യമാ. ഇന്നലെ എന്നോട് ഒരാൾ അനുഭവം പറഞ്ഞു. ഇവിടെ പെണ്ണുങ്ങൾ കേൾക്കണ്ടോ എനിക്ക് അറിഞ്ഞുകൂടഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറിന് കൂടിയാണ് വിചാരിച്ചോളിങ്ങൾ. അപ്പൊ ഇയാൾ ഫാമിലിയൊക്കെ ദുബൈയിലാണ്. വളരെ അത്യാവശ്യത്തിൽ നാട്ടിലേക്ക് പോകാൻ ഒരു 10 ദിവസത്തെ. അപ്പോൾ ആ ഫാമിലി എല്ലാം ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് വിഷമിക്കണ്ടെന്ന് വെച്ചാൽ അവരവിടെ നിർത്തി കാറൊക്കെ ഇട്ട് മൂടി പുതച്ച് അങ്ങനെ ചാവി അവിടെ വെച്ച് അദ്ദേഹം നാട്ടിൽ വന്നു. 10 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു ചെന്നപ്പോൾ അയാൾ അഡ്രസ്സിലതാ ഒരു കത്ത് വന്നി. എന്തേ നിങ്ങളുടെ വാഹനം പിന്നെ പിഴ അടക്കേണ്ടതുണ്ട്. റാമ എന്ന് പറയും സാധാരണക്കാർക്ക് റാമ എന്നാ പറയാം. അതായത് പിഴ അടക്കണോ. ഇയാൾ ഡേറ്റ് നോക്കുമ്പോ ഈ 10 ദിവസത്തിനിടയിൽ ഇയാളത് ശക്തമായിട്ട് വാദിച്ചു. ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ എന്റെ വണ്ടി പോയിട്ടെന്നല്ല, ഞാൻ നാട്ടിലാ. എന്നിട്ട് ഇവിടെ കറാമ വരുന്ന ഇയാൾ ഡിപ്പാർട്ട്മെന്റിനോട് ചൂടാകുകയാണ്. അവസാനം പോലീസുകാർ ഇയാളെ വിളിച്ചു കൊണ്ടുപോയി. അപ്പൊ അതൊക്കെ അവിടെ ഇരുത്തി. അങ്ങനെ കറാമത്തിന്റെ സ്വിച്ചാണ് ഓൺ ചെയ്ത്. നോക്കിക്കോളുങ്ങൾ. നമ്മൾ ചിലപ്പോ കളവൊക്കെ നിഷേധിക്കുമ്പോ തങ്ങൾപ്പാപ്പാനോടൊന്ന് പറയും. തങ്ങൾപ്പാപ്പ പതുക്കെ ഇങ്ങനെ വിക്കലിട്ട് ആളെങ്ങനെ പറയുമ്പോളാ, അല്ലെങ്കിൽ തകിടിങ്ങനെ ചൂടാക്കുമ്പോൾ ആളിങ്ങനെ പിരിയുമ്പോളാ. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരാണ്, ഷിർക്കാന്ന് പറഞ്ഞു നടന്ന ഒരു കാലം ഉണ്ടായി. ഇപ്പൊ ഓൾക്ക് ഷിർക്കാന്ന് മനുഷ്യന്മാര് പറയും. കാരണം ഇപ്പൊ ശാസ്ത്രം അതൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മഷിട്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ മഷിയല്ല സ്വിച്ചിട്ട് കണ്ട് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇയാളോട് പറഞ്ഞു റെഡി 1 2 3 നോക്കിക്കോ. സ്ക്രീനിക്ക് ഇങ്ങനെ നോക്കുമ്പോ ഈ കഴിഞ്ഞ 27-ാം തീയതിയില് ദുബായ് സ്ട്രീറ്റില് ഇന്ന റോഡില് നിന്റെ ഈ കാർ ഇതാ പോണത് കണ്ടോ. സുബ്ഹാനല്ലാഹ്. ഒപ്പം കാണുകയാണ്. ഇവന്റെ കാർ ഇങ്ങനെ കാണുന്നു. കാറിന്റെ മുമ്പിൽ പമ്പർ നോക്കി ഇരിക്കുന്നു. ഇപ്പുറത്ത് വാറച്ചങ്ങായി വണ്ടി ഓടിക്കുന്നു. അന്വേഷിച്ചപ്പോ ഇവളെ കാമുകനാ. നോക്ക് നിങ്ങൾ, പടച്ചോന്റെ കുതിരത്ത് നോക്കണങ്ങള്. ഇവനാകെ തരിച്ചു. എന്റെ പൈസ കൊടുക്കണമെന്നല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല. ഇവൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഈ ഗുരുത്തം കെട്ടവളെ മറ്റൊരുത്തനെ കൂടിയിട്ട് കാറിൽ കറങ്ങുക. പക്ഷെ കറങ്ങണ വല്ലാത്തൊരു സന്തോഷത്തില് സൈഡ് ശ്രദ്ധിച്ചില്ല. ഇഖ്ലാസിന്റെ ഊക്കൈ അവസാനം റോങ് സൈഡ് കൂടിയ വണ്ടി പോയത്. പോലീസാണ് പിടിച്ചുണ്ടായത്. പക്ഷെ സംഭവം എന്താണ്, നിങ്ങള് പരലോകത്ത് വെച്ച് ചെറുപ്പക്കാരെ നമ്മൾ ഇവിടെ ചെയ്ത ഓരോ കുറ്റങ്ങളും അവിടെ അങ്ങനെ തെളിയിക്കുമെന്ന് പറയുമ്പം മാരാ പറയണ അങ്ങനെയൊന്നും ഉണ്ടാകൂല എന്ന് മുഖം ചുളിച്ച കാലം ഇപ്പൊ മാറി ചിന്തിക്കാനായിട്ടുണ്ട്. കാരണം ഇവിടെ ഭർത്താവ് നാട്ടിലുള്ള സമയത്ത് ഗൾഫിൽ നടന്ന കുറ്റം ഇയാൾ നിഷേധിച്ചപ്പോ അയ്യോ മനഃവാലാഫുവാകിയും ഷട്ടപ്യൂർ മൗത്ത് വായ പൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകാൻ കേട്ടോ എന്ന് പറഞ്ഞു. കൈ സംസാരിക്കുകയാണ്. അർജുനും സ്ക്രീൻ ഇതാ സാക്ഷ്യപ്പെടുത്തുന്നു. തൊണ്ടി സഹിതം പിടികൂടുക. ഞാൻ ഇതിലേറെപ്പുറം എന്താ വേണ്ടത്? മനുഷ്യന്മാർ ദുനിയാവുന്ന തന്നെ കൂട്ടരെ തെറ്റ് ഈ കോലത്തിൽ തെളിയിക്കുന്നെങ്കിൽ നാളെ റഹ്മാന റബ്ബിന്റെ കോടതിയിൽ എത്രത്തോളം നമ്മളൊക്കെ മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് പൊറുപ്പിക്കാൻ
ചിന്തിക്കാനാണ് ഇതുപോലെയുള്ള സദസ്സ്. ഈ കഴിഞ്ഞ ഒരു മാസം ചെയ്തതൊക്കെ ഇന്നത്തെ കുത്ബിയത്തോട് കൂടെ ഖലാസാകണം. അള്ളാഹു നമുക്ക് സദസ്സ് കബൂലാക്കി തരുമാറാവട്ടെ. എന്റെ വിഷയം അതല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ഈ രീതിയിൽ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന ഭാര്യമാര് ജീവിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് ഒരൊറ്റ ഭാര്യയെയും ഭർത്താവിന് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിച്ചുകൂടാ. ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ കുത്തുബിയത്തിന് വരുന്ന നമ്മളെ ദിക്റിന് വരുന്ന പെണ്ണുങ്ങളൊക്കെ വളരെ ഉഷാറാ. കാരണം അടുത്തതിനുപാട് ഒരു വന്നിട്ട ആവശ്യമാണെങ്കിൽ പിരിവുമാള് തരിക. അപ്പൊ അതേ സമയത്ത് മൊത്തത്തിൽ ഞാൻ പറയുകയാണ്, എന്നാ തിരിച്ചോ ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? സത്യത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞാല് നമ്മളെ ചെറുപ്പക്കാർക്കൊരു ഹണിമൂൺ ആഘോഷിക്കൽ. അല്ലാ, ഈ പെമ്പടനത്തെയും കൂട്ടിയാണ് പോകാൻ ഊട്ടി, കൊടൈക്കനാല്, മൈസൂർ, വണ്ടി താവളത്തേക്കൊക്കെ. അത് ഒരു ഹരേൻ. ഇപ്പം ഭർത്താവ് വന്നിട്ട് മോളെ പോകല്ലേ എങ്ങോട്ട്? ഊട്ടിക്ക്. ഞാനില്ല. എന്തേ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ചെയ്യാന്ന് അല്ലാഹു അഅലം. ആർക്കൊക്കെ കാഴ്ച വെക്ക വിറ്റ് കാശാക്കി ബസ് സ്റ്റാൻഡിൽ ആക്കിയിട്ട് നിങ്ങൾ പോരുമെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ സംശയിച്ചാലോ? ഈ കഴിഞ്ഞ റമദാന് കണ്ടില്ലേ നിങ്ങൾ? സ്വന്തം ഭാര്യ വീട്ടിൽ പോയിട്ട് നോമ്പ് തുറന്നു, എന്നിട്ട് കോഴിക്കോട് ടൗണിലെത്തി, എന്നിട്ട് പർച്ചേസ് നടത്തി, ഭാര്യക്കും മക്കൾക്കും ഡ്രസ്സ് വാങ്ങി, മോട്ടോർ സൈക്കിളിന്റെ ബേക്കിൽ കയറ്റി സുഖമായി പോരുക. നേരെ കൊണ്ടുപോയത് എങ്ങോട്ടാ? മാവൂര് വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് കൊണ്ടുപോയിട്ട് ഭാര്യനും മക്കളെയും മുക്കിയാണ് കൊല്ലുക. നമ്മൾ സാധാരണഗതിയിൽ എലിക്കണി വെച്ചാൽ അതിൽ എലി കുടുങ്ങും. അതിനെ കൊല്ലാൻ ചില ആൾക്കാർ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ നോക്കും ചത്തുകളല്ലാത്ത പിന്നെ മുക്കുക തന്നെ. ഈ കോലത്തില് ഈ പെമ്പർനോത്ത് നീന്തി കരയെത്തിയപ്പോ ജബാനിയാക്കളാകുന്ന മലായിക്കത്ര പോലെ ഈ പാന് പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് എന്നെ ഉന്തുക. എന്തേ കാരണം പറഞ്ഞത്? വയനാട്ടിൽ നിന്ന് വേറൊരു പെണ്ണിട്ടാൻ നോക്കിങ്ങള്. ഇസ്ലാം 4 എണ്ണം വരെ കെട്ടാൻ സമ്മതിച്ചു. അത് ആവശ്യമാണെങ്കിൽ കെട്ടാമെന്നും പറഞ്ഞു. അതിനൊന്നിനെ കൊന്നിട്ട് പോകണോ? പെണ്ണുങ്ങളെ അങ്ങനെ വല്ല രോഗങ്ങൾ പുതിയാപ്പിളാക്കുണ്ടെങ്കിൽ നിങ്ങൾ തടുത്തേക്കണ്ട. കാരണം ഈ നിങ്ങളെ ജീവനെങ്കിലും നഷ്ടപ്പെട്ടു. അത് ഇല്ലാക്കട്ടെ, ഞാൻ പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ. ഏതായിരുന്നാലും ഇവിടെ ഇപ്പൊ ഭാര്യമാര് പറയാ, എങ്ങനെയാണ് പുതിയാപ്പിളാരെ ബൈക്കിന്റെ ബേക്കിൽ കയറിയിട്ട് ഞങ്ങൾ പോവുക? ഏത് വെള്ളക്കെട്ടിലാ കൊണ്ടുപോയിട്ട് തള്ളിടാന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ വിശ്വാസമില്ല, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ വിശ്വാസമില്ല. ഇദാ ദുയ്യാത്തിൽ അമാനത്തു ഫന്തദിരി സആ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ നബി പഠിപ്പിക്കുകയാണ്, വിശ്വാസം നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. ആരും വിശ്വാസമല്ല. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനം തന്നെ, അരി വാങ്ങിക്കൊടുന്ന തന്നെ ഡൗട്ട്. ഈ ഇലക്ട്രിക് സാധനങ്ങൾ ഏതായിരുന്നാലും മേടിയും ചൈനാന്ന് അല്ലെങ്കിൽ മേടി ഹോങ്കോങ് ചിലപ്പോൾ വാങ്ങിയാണ് പോയിരുന്നു. അങ്ങനെ ഉണ്ടാകുക. അതേമാതിരി തിന്നണ അരി പത്രത്തിൽ വായിച്ചില്ല നിങ്ങൾ? അരിയൊക്കെ കഴുകി എന്നാക്കി തിളപ്പിച്ചേക്കും. പ്ലാസ്റ്റിക് ഇങ്ങനെ കൊഴിഞ്ഞാറുണ്ട്. ഫാക്ടറിയിൽ നിന്നല്ല കുടിക്കുന്നത്. അവന്താ നല്ല അരി കണ്ടു നോക്കുമ്പോഴേ എബിലിക്കാരൻ ഒത്തു നോക്കി മാറ്റി വേസ്റ്റ് ഉഷാറാണോ ഉള്ളന്റെ പോക്ക്. ഇത് തളച്ചു നോക്കുമ്പോ വരുന്നത് പ്ലാസ്റ്റിക്കാണ് കൂട്ടിയ അരിയല്ല. ബത്തൊക്കെ മുറിച്ചിങ്ങനെ വെച്ച് ഞാൻ പറയുന്നത് ചോപ്പ് കണ്ടപ്പോ ആവും. ഇവിടെ ഒപ്പമുള്ള ആള് പറഞ്ഞു കരുതണം ഉണ്ടാക്കിയതാവൂന്ന് പറഞ്ഞു. ബത്തൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾ. ഇനി എന്താ ഇതിന്റെ അപ്പുറം വേണ്ട? നമ്മൾ തിന്നുന്ന കോഴി, ആ കോഴിന്റെ കഥ എന്താ? ഇപ്പൊ കുട്ടികളില്ലാത്ത കുറേ കേസ് ദ്വാരക്കാൻ വരികയാണ് അല്ലേ? അത് ചുക്കിക്കോ നിങ്ങൾ. ഇപ്പൊ തങ്ങൾപ്പാപ്പാന്റെ അവിടെ കുത്തുബിയത്തിന്റെ വാർഷികം ചെരൂര് കഴിഞ്ഞപ്പം അവിടെ കുറേ അനുഭവങ്ങൾ. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത്. അള്ളാഹു ആ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. തങ്ങൾപ്പാപ്പാക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അതൊക്കെ ഒരു തരം കറാമത്തിന് ഉണ്ടാകാനാ. ഡോക്ടർമാർ പറയുന്നത് ഉണ്ടാകാത്തതിന്റെ 2 കാരണം ചെറുപ്പക്കാരോട്. ഒന്ന്, ടൈറ്റ് ഫിറ്റ് പാന്റും ജീൻസും ഒഴിവാക്കുക. അത് കുട്ടികളുണ്ടാകാതെക്കാൻ കാരണം. രണ്ടാമത് പറഞ്ഞത്, ഈ 40 ആയുസുള്ള കോഴിയില്ലേ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കൂടി പൊറ്റുണ്ടാക്കുന്നേ, ഈ ഇറച്ചി തിന്നുന്ന കാലത്തോളം അത് വരുമെന്നാണ് ഞാൻ പറയുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തെ വിശ്വസിച്ചുകൂടാ, കൂടെ കിടക്കുന്ന ഭർത്താവിനെ വിശ്വസിച്ചുകൂടാ, നാം ചെന്ന് കിടക്കുന്ന ഡോക്ടറെ വിശ്വസിച്ചുകൂടാ, നമ്മെ ഭരിക്കുന്ന ഭരണകർത്താക്കളെ വിശ്വസിച്ചുകൂടാ. എല്ലാ പാർട്ടിക്കാരും അഴിമതിക്കാരാന്ന് പറഞ്ഞിട്ടാണ്
നമ്മളെ കുറ്റിച്ചൂരുമായിട്ട് ഒരു പാർട്ടി ഡൽഹിയിൽ വന്ന്, ഞാൻ കുറ്റപ്പെടുത്തല്ല, ആരും ഒന്ന് ഞാൻ പക്ഷം ചേർന്ന് പറയുമല്ല, എനിക്കാകെ ഒരു പാർട്ടിയുള്ളത് തീ പാർട്ടിയാണ്. അതേ സമയത്ത് മനസ്സിലാക്കാൻ പറയാണ്, അവിടെ നിയമവും വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ആ മന്ത്രിയുടെ ബിരുദം പോലും വ്യാജമാണ്. അത് നിങ്ങൾ നിയമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിയമമന്ത്രി, അയാളുടെ ബിരുദം പോലും വ്യാജം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ ഫയല് കട്ടുണ്ടോയി എന്നാ പറഞ്ഞതിന് നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുക? ഇതാ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അന്ന് നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ. ഈ രീതിയിൽ പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകൾ വായിക്കുമ്പോ, ആധുനിക യുഗത്തിന്റെ നാഡീമിടിപ്പുകൾ കാണുമ്പോ തീർത്തും മനുഷ്യന് അസമാധാനമാണ്. കാണുന്നതെല്ലാം പേടിയാണ്, എല്ലാം ബേജാറാണ്. അല്ലാഹ് എങ്ങോട്ടേക്കാണ് പോക്ക് എന്ന് വല്ലാത്ത ചിന്തയിലാണ്. അവിടെയാ മനുഷ്യന് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. എങ്കിൽ ആ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന മനുഷ്യനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, മനുഷ്യ, ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് അത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടൂല. ആ മനസ്സമാധാനം എന്നത് അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടൂല, സ്റ്റേഷനറി കടയിൽ നിന്ന് കിട്ടൂല. പക്ഷെ എല്ലാവർക്കും അത് കിട്ടിയേ പറ്റും. അതിന് വേണ്ടിയിട്ടല്ലേ മനുഷ്യന്മാർ എന്തൊക്കെ ചെയ്യണത്. ഇപ്പൊ കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാരൻ, ഇവിടെ ചോദിച്ചു നോക്കാണ്, ആ കള്ള് കുടിക്കുന്നവനോട് ഇതല്ല ടേസ്റ്റാ? ഞാൻ ചോദിക്കട്ടെ, 3x റം ഉദാഹരണം പറയുതാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഇത് മുന്തിരി ജ്യൂസിന്റെ ടേസ്റ്റ് ഉണ്ടോ? ചെറുപ്പക്കാരോട് ചോദിച്ചു നോക്കാൻ നിങ്ങൾ ഉണ്ടോ? ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരോടും ചോദിച്ചു എന്താവും അപ്പൊ ടേസ്റ്റോ നോക്കിയെന്നുള്ള പറഞ്ഞതിന് വരാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അങ്ങനെ ചോദിക്കല്ല, അബദ്ധത്ത് തല കാട്ടി കൊടുക്കണ്ട. ഞാൻ പറയുന്നത്, കള്ളുകുടിയിൽ നിന്ന് രാജിവെച്ച് തൗബ ചെയ്ത് നന്നായ മനുഷ്യനോട് സംസാരിച്ചപ്പോ പറഞ്ഞു, പൊന്നാര് ഉസ്താദേ, ഈ പട്ടച്ചാരായം പോയിട്ട് മാഹിന്ന് ഇറക്കുമതി ചെയ്യുന്ന കട്ടൻ ചായ ഉണ്ടല്ലോ, ഇതിനടക്കം നമ്മൾ കുടിക്കുന്നതിന് മുന്തിരി ജ്യൂസിന്റെ ടേസ്റ്റും കൂടെ അല്ല ഇല്ല, എന്നിട്ടിത് കുടിക്കുകയാണ്. അപ്പൊ എന്തിനാ അത് കുടിക്കണത്? അതെ, ഉള്ളിക്കാണ് ചെന്നാ പിന്നെ ടെൻഷനൊക്കെ പോകും, ഒരു സമാധാനാണ്. സത്യത്തിൽ ആ സമാധാനം പിന്നീട് നഷ്ടപ്പെടുക. എന്തുകൊണ്ട്? എള്ളോളം പള്ളേ ചെന്നാൽ ഭൂലോകം തരികിടത് തൈകളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ല രാമ. ഇതാ കള്ളിന്റെ തത്വശാസ്ത്രം. ഉള്ളിക്കാണ് ചെന്നാ പിന്നെ ഓന് എടുത്ത തുണി കൊഴിഞ്ഞത് കൂടി ഓനറിയില്ല. പിന്നെയല്ല പിന്നെ കാണാം വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ കാര്യമായ നാട്ടിലത്തെ ആളാണ്, പക്ഷെ നാലും കൂടി സ്ഥലത്ത് ഓൻ ട്രാഫിക്കാ, ഓനാകെ ജഡ്ജിമല നിൽക്കണ. നോക്കുക നിങ്ങൾ, ഇവന് നാട്ടിൽ വല്ല വിലയും ഉണ്ടോ? ഓന്റെ വീട്ടിൽ വില ഉണ്ടോ? ഇതൊക്കെ പോവുകയാണ്, ആരോഗ്യം പോവുകയാണ്, കുടുംബം പോവുകയാണ്, പൈസയും പോവുകയാണ്. പിന്നെ താൽക്കാലികം കിട്ടുന്ന സമാധാനം, ഇതിനാണോ കണ്ടുപിടിക്കല്? ഒരു മനസ്സമാധാനം കിട്ടാൻ സിനിമ കാണുന്നോട് ചോദിച്ചു നോക്കാം നിങ്ങൾ, ഇത് കാണുന്നവന് തിരിയിൽ ഇത് അഭിനയാണ് എന്നുള്ളത് ഉറപ്പാ, ഇത് പ്രദർശിപ്പിക്കുന്ന തിരിയിൽ അഭിനയാണ് ഉറപ്പാ. എന്നിട്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ സിനിമ കണ്ട് ആ സ്റ്റണ്ടിന്റെ ബേക്കിൽ ഇത് കളിച്ചാന്ന് ഉറപ്പല്ലേ. പിന്നെ അതിൽ ആരോ ആത്മഹത്യ, വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടിയിട്ട് ആത്മഹത്യ, എന്നിട്ട് അതിന് കരയാ. അതിന് ഈ അഭിനയിക്കണ നീച്ചു പോയി അടുത്ത് അഭിനയിക്കാൻ തുടങ്ങിയിരിക്കണ്. ഇപ്പൊ നമ്മൾ കുത്തുന്നപ്പോൾ കണ്ണൂക്ക് ആലോചിച്ച് കരയാം. അത് നിങ്ങൾ ഇങ്ങനെ പൊട്ടപ്പോയത്താ സംഭവം. പക്ഷെ എന്നാലും മോനെ, എന്തിനാ ആ 2 മണിക്കൂർ ചെലവാക്കിയത്? ഒന്നുമല്ല, മാനസികമായി പൊരിമുറുക്കം വരുമ്പോ മനസ്സമാധാനം കിട്ടാൻ അതിനാ സിനിമ കാണുന്നത്, അതിനാ ഗെയിം കളിക്കുന്നത്, അതിനാണ് ക്രിക്കറ്റ് കാണുന്നത്, അതിനാ കള്ള് കുടിക്കുന്നത് അല്ലേ? എന്നാൽ പിടിച്ചോ, അതൊക്കെ അസമാധാനമാണ്, താൽക്കാലിക സമാധാനമാണെങ്കിലും അല്ലാഹുവേ, ഈ 2 മണിക്കൂർ ചിലവഴിച്ചതിനെ കുറിച്ച് നാളെ നീ ചോദിച്ചാൽ, ഞാൻ ഈ കള്ള് കുടിക്കാൻ ചിലവഴിച്ച കാശിനെ കുറിച്ച് അല്ലാഹു ചോദിച്ചാൽ, ഞാൻ ഈ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ക്രിക്കറ്റ് കളി കണ്ടിരുന്ന സമയത്തെ കുറിച്ച് അല്ലാഹു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? അല്ലാഹ്
വീണ്ടും ടെൻഷൻ തന്നെ. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം കടന്നു വരുന്നത്. അതെ, നിങ്ങൾക്ക് സമാധാനം കിട്ടണോ, ശാശ്വത സമാധാനം ലഭിക്കണോ, അലാ അറിയണേ, ബിദിക്രില്ല, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ മുഴുവനും അള്ളാഹുവിലേക്ക് അർപ്പിച്ച് അള്ളാഹ് എന്ന ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ ഓർത്ത് നടക്കുന്ന മനുഷ്യന്മാർ, ഓരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? അലാ, ഉറങ്ങേണ്ട ചെറുപ്പക്കാരെ, ശരിക്കൊന്ന് ഉണർന്നോ, ബിദിക്രില്ല, അള്ളാഹിനെ ഓർക്കൽ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്. ഇതേ ശൈലി അലാ അറിയണേ ചെറുപ്പക്കാരെ, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയമായും അള്ളാന്റെ ഔലിയാക്കന്മാർ, നിങ്ങൾ ലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ പേടി എന്നത് ഇല്ലേ ഇല്ല. വലാഹും യഹ്സനൂൻ, എക്സ്ട്രാ ഫിറ്റിംഗ്സ്, വലാഹും യഹ്സനൂൻ, അവർക്ക് ടെൻഷനും ഇല്ല. നിങ്ങൾ പേടിയില്ല, ടെൻഷനും ഇല്ല, അതിനാണ് ഹാപ്പി എന്ന് പറയാം. നമ്മൾ ഈ ബോർഡ് കാണാൻ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുക, ഹാപ്പി ഇല്ലെങ്കിൽ പിന്നെന്തു ജീവിതോ? ഇങ്ങനെയാണ്. ഞാനൊക്കെ HAPPY ഹാപ്പി, ഞാൻ ആദ്യത്തെ എച്ചും കൂടി ആക്കലാണ്. എന്താ നിങ്ങൾ വായിച്ചോളി. അതില്ലെങ്കിൽ എന്ത് ജീവിതോ? ഹാപ്പി ഇതും കൊടുക്കട്ടെ. അതേ സമയത്ത് നമ്മൾ ആ ബോർഡ് കാണുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ്, ഹാപ്പി ഇല്ലെങ്കിൽ പിന്നെന്തു ജീവിതോ? എന്നാൽ ആ ജീവിതം എനിക്കുണ്ടോ? ആ ജീവിതം നിങ്ങൾക്കുണ്ടോ? എപ്പോഴും ടെൻഷനല്ലേ, എപ്പോഴും വിഷമല്ലേ? എന്നാൽ ടെൻഷൻ ഇല്ലാത്തൊരു കൂട്ടരുണ്ട്, വിഷമില്ലാത്തൊരു കൂട്ടരുണ്ട്. ആരാണത്? അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർ ജീവിതത്തിൽ ടെൻഷനില്ല. എന്താ ടെൻഷൻ ഇല്ലാക്കാൻ കാരണം? അല്ലാഹു പടച്ച പടപ്പ് ഞാൻ, അല്ലാഹു തആല പടച്ച എന്നെ ദുനിയാവ്, ദുനിയാവത്തതൊക്കെ അല്ലാഹു പടച്ചേൻ. അത് നമ്മൾ ടെൻഷനായിട്ട് എന്താ വരാൻ കെട്ടിയത് അങ്ങോട്ട് വരും. നല്ല കൊടുങ്കാറ്റ് ആർത്തടിച്ചിങ്ങോട്ട് വന്ന് നമ്മൾ ആകെ ബേജാറായി കണ്ണും തലയെടുത്ത്. ഔലിയാക്കന്മാരാണെങ്കിലും അല്ലാഹുവിന്റെ ക്രോധം വല്ലാത്ത തന്നെ. എന്തേ? അതിലെങ്ങാനും വിഷമം വന്ന് മരിച്ചാൽ അൽഹംദുലില്ലാഹ്, ഇത് അസാബത്തുൽ ദറാഉ സ്വബറ, അല്ലാഹുവിന്റെ അടുത്തുനിന്ന് കൂലിയിട്ടു. ഇനി ഒന്നുമില്ല, നല്ല പൈസക്കാരെ അൽഹംദുലില്ലാഹ്, അത് സ്വതക്ക കൊടുത്തിട്ട് ആളുകൾക്കൊക്കെ സമാധാനം കൊടുത്ത് അപ്പോഴും നമുക്ക് കൂലി കിട്ടും. നോക്കാം നിങ്ങൾ, അത് നല്ലൊരു പണ്ടാരിന്റെ മാതിരിയാണ്. ഈ പണ്ടാര് സംബന്ധിച്ചിടത്തോളം എന്ത് സാധനം ബാക്കി വന്നാലും ഓന് ബേജാറില്ലല്ലോ. എന്തേ? അത് പൊറാട്ട മാത്രമൊന്നും ബാക്കിയാണ്, പിറ്റേന്ന് 6 നമ്പറായിട്ട് രംഗത്ത് ഇറങ്ങൂലേ? നിങ്ങള് നമ്മൾ വിചാരിക്കും പുതിയ കടിയിറങ്ങിക്കണ്, നല്ല രസമുണ്ട്, ഇന്നത്തെ പയം പൊറാട്ട, ഇന്നത്തെ 6 നമ്പർ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉണ്ടക്കായി ഉണ്ടാക്കിയത്, അത് 5-8 ബാക്കി, ഒരു കുഴപ്പമില്ല. അതല്ലേ പിറ്റേന്ന് ചക്കര പെരിയിട്ട് വരുന്നത്. ഇവിടുത്തെ പണ്ടാരികളെ പറ്റിയല്ല കേട്ടോ, ഞാൻ കാഫിയത്തോടെ അവിടെ മുക്കത്തുമാണ് പരിപാടിക്ക് എനിക്ക് എത്തിയാ പറയാ. ഞാൻ പണ്ടാരിയായി നിർത്ത പോയാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് സാധനം ഒന്നും ബാക്കിയാണ്, ബേജാറില്ല. രാവിലെ പുട്ടിലേക്ക് കറി ഉണ്ടാക്കിയതാണ് ചെറുപയർ, അത് നല്ലോണം പുട്ടടിച്ചിട്ടാണ് നമ്മൾ കടലിൽ പോയത്. സംഗതി പിന്നെ പുട്ടൊരു ഉറക്കുറങ്ങി, ഇനി പോയി ചെലവാകൂല. പഠിച്ചോനെ ചെറുപയറിന് വില കുറച്ച് കൊടുക്കും, ഒരു ടെൻഷനും ഇല്ല. ഉച്ചക്കഥ ഇപ്പരിയായിട്ട് നിങ്ങൾ ചോറ്റിന്റെ പെരി ചെറുപയറാണ്. 3 മണി കഴിഞ്ഞാൽ ചോറ് കച്ചവടം നിന്ന് സമസ്ത അംഗീകാരം വിവരിക്കും, പിന്നെ ചോറ് വെക്കാൻ പറ്റൂല. അപ്പോഴും ചെറുപയർ ബാക്കി, ഒരു ബേജാറുമില്ല. അത് കുറച്ച് തേങ്ങ ചരിഞ്ഞിട്ട് അരിപ്പൊടി ഒന്നും ബദറി ശർക്കര മിക്സ് ആക്കിയിട്ട് ഒറ്റ ഉരുള, പിന്നെ തെബിലികാർ ജുബ്ബമാര് മൈദപ്പൊടിന്റെ ജുബ്ബി. അല്ലാഹ് സുഖീ നിങ്ങൾ. അതായത് നൈപുണ്യമുള്ള പെണ്ണുങ്ങളെ പഠിച്ചോളി. പുതിയപ്പളരൊക്കെ സാധനം തോപ്പിടുന്നുണ്ടെങ്കിൽ ഞാനത് പറയാൻ കാരണം എന്താ നിങ്ങൾ, മക്കത്ത് പോയ സമയത്ത് അവിടെ ബുഹൈറാത്ത് പോയി താമസിച്ചപ്പം പിന്നെ അത്താഴത്തിനുണ്ട് ഇങ്ങനെ കുറെ ഉപ്പിരി കൂടുന്ന ചെയ്തു. ഞാൻ അങ്ങനെ കുറച്ച് കഴിച്ചപ്പോൾ ഒപ്പമുള്ള ആള് നല്ലോട്ടിരുണ്ട്, പയറും ബീൻസും എല്ലാം പാടെ. എന്താ ഇതിങ്ങനെ നല്ല നന്നൊന്നും ഉസ്താദേ, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളിതിപ്പോൾ അത് വല്ലതും ബാക്കിയാക്കിയാൽ നാളെ നോമ്പ് തുറക്കുമ്പോൾ സുഖി പിന്നെ എന്താ പറയേണ്ടത്, സാമൂഹ്യമായിട്ട് കുഞ്ഞൂരൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ അത്താഴത്തിന് ഉപ്പേരി ബാക്കിയാക്കിയാൽ നാളെ നോമ്പ് തുറക്കുമ്പോൾ ഈ സാമൂഹ്യം നമ്മൾ തിന്നേണ്ടി വരും. ഇപ്പൊ തിന്നാൻ തീർക്കുക. ഇതാണ് ഒരു നൈപുണ്യമുള്ള പണ്ടാരി. ഈ പണ്ടാരിയെ പോലെ
പറയാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അജബൻ ലിഅംരിൽ മുഅ്മിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെ. ഇദാ അസാബത്തു സറാഉ ശകറാ, അവൻ അല്ലാഹു സന്തോഷം കൊടുത്താൽ, ആരോഗ്യം കൊടുത്താൽ, സമ്പത്ത് കൊടുത്താൽ, സ്വാധീനം കൊടുത്താൽ, ശകറാ, നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവനത് വിനിയോഗിക്കുന്നു, അല്ലാഹു കൂലി തരുന്നു. ഇപ്പൊ തങ്ങൾ പാപ്പ തന്നെ കണ്ടോ നിങ്ങൾ, അല്ലാഹു ആഫിയത്ത് കൊടുത്തു, അല്ലാഹുവിനെയും ദീർഘായുസ്മാഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വിക്രൊക്കെ നടത്തിയിട്ട് ആളുകൾക്ക് വിഷമം തീരുന്നുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നുണ്ട്, ആളുകൾക്ക് കടം വീടി കിട്ടുന്നുണ്ട്, ആ നാട്ടിൽ നിന്ന് മുസീബത്ത് പോകുന്നുണ്ട്, അവിടെ കൂടുതൽ ചെറുപ്പക്കാരനുണ്ടാകുന്നുണ്ട്. എന്റെ നാട്ടുകാർക്കും ആനുകൂല്യം വേണ്ടേ? ആ ചിന്തയിൽ നിന്നാണ് മാസത്തിൽ ഒരു തവണ ഒരു കുത്തുബിയത്തിന്റെ സദസ്സ്, അവിടെ ഒരു 1.5 മണിക്കൂർ ആത്മീയമായ ഉത്ബോധനം, അങ്ങോട്ട് വരുന്നവർക്ക് ഒരു ചെറിയ മധുര പലഹാരോ, പോകുമ്പോൾ ഒരു ചെറിയ ഭക്ഷണത്തിന്റെ കിറ്റ്. ഇത് നീണ്ടു നിന്നാൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കളെ കെട്ടിക്കാന്, വീട് ഉണ്ടാക്കാന്, ചികിത്സക്ക് പണം കൊടുക്കാന്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഹൈറായ കാര്യങ്ങൾ ചെയ്യുമ്പോ അല്ല കൊടുത്ത കഴിവ്, അല്ല കൊടുത്ത സ്വാധീനം, അതെ ഇദാ അസാബത്ഹു സറാഉ ശകറാ, നല്ലവരായ നാട്ടുകാര് എല്ലാവരും വന്നിട്ട് തങ്ങൾ പാപ്പാനോട് സഹകരിച്ചു നിൽക്കുമ്പോ അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷമോ നാടിനും ദീനിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അങ്ങോട്ട് ചിലവഴിക്കുമ്പോ അല്ലാഹു കൂലി തരുന്നു. മുഅ്മിനായ മനുഷ്യൻ ഒരു നല്ല പണ്ടാരിയാണ്, വേസ്റ്റായിട്ടൊന്നും പോകുന്നില്ല. ഇനി വിഷമങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിലോമ ശക്തികളും അതുപോലെ വൈതരണികളും വൈഷമ്യങ്ങളും വന്നാലോ സബറാ, അള്ളാന്റെ ദുനിയാവല്ലേ, വിചാരിച്ചതൊക്കെ നടക്കുവോ? ഇല്ല. വിചാരിച്ചതൊക്കെ ഇവിടുന്ന് തന്നെ നടന്നാൽ പിന്നെ സ്വർഗത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. വിചാരിച്ചതൊക്കെ നടക്കുന്ന സ്വർഗത്തിലല്ലേ. ഇവിടെ കയറ്റം വേണം, ഇറക്കം വേണം, വെളിച്ചം വേണം, ഇരുട്ടും വേണം, സുഖം വേണം, ദുഃഖം വേണം, ജയിക്കണം, തോൽക്കണം, എല്ലാം കിട്ടണ്ടേ, അപ്പോഴല്ലേ ദുനിയാവാകുക. അതുകൊണ്ട് വരട്ടെ വിഷമങ്ങൾ, സ്വബറാ, അത് നന്നായി ക്ഷമിക്കുന്നു, അല്ലാഹുവിനെടുക്കുന്നതിനും കൂലി കിട്ടുന്നു. അവർക്ക് പേടില്ല, അവർക്ക് ബേജാറില്ല. ഇതാണ് അല്ലാഹു പറയുന്നത്. ഒരു പേടിയുമില്ല, ഒരു ടെൻഷനും ഇല്ല. എന്നിട്ട് പിന്നെ അല്ലാഹു പറയുന്നുണ്ട് അത്ര ഔലിയാക്കളെ കുറിച്ചിട്ട്, മൻ ഖാഫല്ലാഹ്, അല്ലാഹനെ ഒരാള് പേടിക്കേണ്ടതുപോലെ പേടിച്ചാൽ, ഖാഫഹു കുല്ലു ശൈ, ഈ പ്രപഞ്ചത്തിലെ കല്ല്, കരടി, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർക്കമ്പാമ്പിന്റെ തല വരെ അവൻ ഇങ്ങോട്ട് പേടിക്കൂന്ന. ഒരു ദിവസം കൂടിയ മൊഴിയേറെ ഒന്നും കൂടിയിട്ടില്ല. മൂർക്കമ്പാമ്പിന്റെ തല എന്ന് വെറുതെ പറഞ്ഞാൽ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടക്കാത്തത്. ഒരു ഉദാഹരണം പറയാ, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ട സുൽത്താനാണ്. 5 കൊല്ലത്തെ MLA പദവിയും 2 കൊല്ലത്തെ മെമ്പർ പദവി എല്ലാം വലിച്ചേർന്ന് ആജീവനാന്ത രാജാവാ. നമ്മളെ MLA പദവി പറഞ്ഞാൽ മൈലേജ് കിട്ടിയാൽ 5 കൊല്ലം. അതന്നെ നിയമസഭയ്ക്ക് പോകുമ്പോൾ തടിയൊക്കെ ഇൻഷൂർ ചെയ്തിട്ട് വേണം പോകാൻ. കാരണം കസേര കൂടിയ വരുന്നത് പറയാൻ പറ്റൂല. ആ കോലത്തിലപ്പോ നമ്മളെ നിയമസഭന്റെ ഒക്കെ കഥ. എന്നിട്ട് തന്നെ 5 കൊല്ലം ഒപ്പിച്ചെങ്കിൽ ഒപ്പിച്ച്, ഇത്രയേ ഉള്ളൂ. അത് ആജീവനാന്ത രാജാവാ. ആ രാജാവ് തറഖ്തുൽ ഖൽഖ തുറം തീരിലാക വൈതംതുൽ യാദലികൈ അറാക വലുഖതലി ഫിൽ ഹുബ്ബി റബാ ലമാഹന്നൽ ഫുആദു ഇലാ സിവാക. അള്ളാഹ് എന്ന് ചിന്തിച്ചിട്ട് അള്ളാഹിനെ പ്രേമിച്ചിട്ടാണ് ഒഴിവാക്കി വിട്ടാലും. അങ്ങനെ മൂപ്പരിങ്ങനെ ചുറ്റിയിട്ട് നടക്കുക. മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ വന്ന്
അപ്പൊ അടങ്ങിക്കിട പ്രകൃതിയല്ല. അത് ഔലിയാക്കന്മാരെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നടക്കും. 25 ആണ്ടോരോ ചുറ്റി നടന്നോവർ, ഇരിയെന്ന കേൾക്കാരേ ഇരുന്നോവർ, കുത്തുബിർ റബ്ബാനി വഗൗസി സമദാനി നജീന മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ ചരിത്രത്തിൽ കാണാം, ബഗ്ദാദിന്റെ പരിപരുത്ത പ്രദേശത്തിലൂടെയും കാട്ടുപ്രദേശത്തിലൂടെയും ഒക്കെ ചുറ്റിക്കറങ്ങി. ഇന്ന് തന്നെ നമ്മൾ ബഗ്ദാദ് പോയി നോക്കണം. നമുക്ക് ചില ടൗണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അള്ളാ പേടിയോ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ റിഫായിഖിന്റെ ഒക്കെ മക്ബറ നിൽക്കുന്ന സ്ഥലം ചരിത്രത്തിലൊക്കെ വായിച്ചു നോക്കുമ്പോൾ അത് കുറ്റിക്കാടേന്നാ. ഇപ്പൊ റോഡ് സൈഡിലാണ് നടക്കുന്നത്. എന്നാലും ഇന്ന് തന്നെ അനസുല്ലാന്റെ ഒക്കെ മക്ബറയ്ക്ക് പോകുകയാണെങ്കിൽ വല്ലാത്ത ബേജാറ് തോന്നും. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട ഇങ്ങനെ ചുറ്റിക്കറങ്ങുക, അത് ഔലിയാക്കന്മാരെ ഹാലാണ്. ഈ മാസം CM വലിയുള്ളാഹിന്റെ വഫാത്തിന്റെ മാസമാണ്. അല്ലാഹ് ദർജ കൊടുക്കുമാറാകട്ടെ. ആ CMന്റെ ചരിത്രത്തിലുണ്ട് അങ്ങനെ ചുറ്റി അങ്ങനെ കറങ്ങി കാണോർത്തൊക്കെ സുജൂദ് ചെയ്ത്. സുജൂദ് ചെയ്ത സ്ഥലമാണ് ഇന്ന് മർക്കസ് സുന്നിയെ നിൽക്കുന്ന കാരന്തൂരിലത്തെ കുറ്റം. അന്ന് CM വലിയുള്ളാഹി തങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പാറപ്പുറത്ത് പോയിരുന്ന കാലം. അതായത് ഒപ്പം കൂടെ ആളുകളുണ്ട്, കൊണ്ടോട്ടി വഴിക്ക് അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്ന് CMനെ കാണാനില്ല. ആകെ ഉപ്പുള്ളവർക്ക് ബേജാറായി വിഷമിച്ച് പഠിച്ചു എവിടെ പോയി മുതല്. അവസാനം തെരഞ്ഞു ഒരാൾ നോക്കുമ്പോണ്ട് ഒരു മലന്റെ മുകളിൽ പാറമങ്ങനെ ഇരിക്കണ്. അൽഹംദുലില്ലാഹ് കുട്ടിയോടെ സന്തോഷം. പിന്നെ ഇവിടെ അങ്ങാടിയാകും, ഇവിടെ നിന്ന് ആളുകൾ ഹജ്ജിന് പോകും, ഇവിടെ വിമാനം ഇറങ്ങും. മൂപ്പര് പ്രവചനത്തിലാണ്. നിങ്ങൾ ഈ പോയ ആൾക്കാർ വല്ലാത്ത ബേജാറില്. അവന്റെ ഇവിടെ അങ്ങാടിയാകും. അന്നൊരു മലന്റെ മുകളിൽ കുന്നും എന്നിട്ട് പറയാ, ഇവിടെ നിന്ന് ആളുകൾ ഹജ്ജിന് പോകും, ഇവിടെ വിമാനം ഇറങ്ങും. അന്ന് നമ്മളെ കേരള ഗവൺമെന്റ് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാനുള്ള ആലോചന പോലും നടത്തിയിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കളോ എല്ലാവരും നബിശേളം പറഞ്ഞോവർ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ, ബിൽ കുതുബിർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ഞാൻ പറഞ്ഞ ശിർക്കിന്റെ ആൾക്കാർക്കൊക്കെ അപ്പൊ കിർക്കാണ് പോകാനായിക്കണേ. വായുവിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഔലിയാക്കന്മാർ പറഞ്ഞ ഷിർക്ക് 1.5 കിലോമീറ്റർ കിട്ടീനി. അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയുള്ളൂ എന്നാ. ഇപ്പൊ ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു വന്ന കാലാണ്. ഈ കാലത്തൊക്കെ ഐറ്റങ്ങൾ 200 കൊല്ലം മുമ്പ് മരിച്ച് തടി ഒഴിവാക്കേണ്ടതാ. കാരണം അള്ളാന്റെ ഔലിയാക്കന്മാർ പറഞ്ഞ കറാമത്ത് ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസുലാളം അന്ന് പറഞ്ഞ വാക്ക് ഇന്ന് അതാണ് കരിപ്പൂർ എയർപോർട്ടായിട്ട് മാറിയത്. നിങ്ങൾ അവരകലങ്ങനെ കാണുക. എന്തുകൊണ്ട്? അവരെ കണ്ണെപ്പോഴും ലൗഹിൽ ആദന്നോവർ. അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാ, ഇതാണ് ഔലിയാക്കന്മാർ. അപ്പൊ അവരിങ്ങനെ പല ഹാലിലുണ്ടാവും, ചുറ്റിക്കറങ്ങും, അടങ്ങിയിട്ടിരിക്കും. ശിവബുല്ലാല ചരിത്രം അങ്ങനെയാണ്. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന കാലം അന്തരാൾ വന്ന് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും മുപ്പരെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ടല്ലോ. കുറച്ച് താഴ്ഭാഗത്ത് ഒരു സറാമ്പ്യ നിസ്കാരപ്പള്ളി ഉണ്ട്, അവിടെ കാണാമെന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോ വളരെ കറക്റ്റ്. പക്ഷെ മൂപ്പര് നല്ല ഉറക്കത്തിലാണ്. ഒരു ഇഷ്ടികപ്പെട്ട് ഇങ്ങനെ തലക്ക് വെച്ച് മൂപ്പര് നല്ല ഉറക്കാം. യാ റബ്ബേ, ഉറങ്ങിയതല്ല അത്ഭുതം. എന്റെ ചെറുപ്പക്കാരെ ശരിക്ക് ചിന്തിക്കണം. കാണാൻ വേണ്ടി ചെന്ന ആൾ നോക്കുമ്പോ വാ അജബൻ അജബാ, ഇബ്രാഹിം അധികം റളിയല്ലാഹു കടന്നിറങ്ങുന്നു. പക്ഷേ മഹാനരുടെ തൊട്ട് പരിസരത്തതാ ഹയ്യത്തുൻ തസ്ആ വഫീ ഫമിഹി ഉസ്നും മിനൽ യാസ്മീൻ. നമ്പർ 1 മൂർഖൻ പാമ്പ്. പ്രൊട്ടക്ഷൻ കാർഡാണ്. കരിമ്പൂച്ചും പൊളമ്പൂച്ചൊന്നുമല്ല. കരിമ്പൂച്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ ബോംബാണ് പൊട്ടുക, കരിമ്പൂച്ച പൊട്ടുന്നല്ലാതെ പിന്നെ ഉണ്ടാക്കുക. കടലും കാരാട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ നിൽക്കുക. അതേ സമയത്ത് ഇവിടെ ഇവരെ പ്രൊട്ടക്ഷൻ കാർഡാരാണ്. നമ്പർ 1 മൂർഖൻ പാമ്പാണ്. ആ പാമ്പ് അന്തം വിട്ട് നിൽക്കല്ല. നമ്മൾ ചിലപ്പോൾ പീഡിയെ കൊലയെ കാക്കാനിപ്പിക്കുന്ന വാച്ച്മാനൊക്കെ കാണാം. ഞാനൊക്കെ വേല നമുക്ക് കടന്നിങ്ങനെ ഉറങ്ങണം, അല്ല ഇരുന്നിങ്ങനെ ഉറങ്ങണം. എനിക്ക് ഇവിടുത്തെ വാച്ച്മാൻമാരല്ല കേട്ടോ ദേഷ്യം പിടിച്ചുണ്ട് അതിലുണ്ടെങ്കിൽ. കാരണം ഞങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ ഈ ജക്കരിസലായിന്റെ ആൾക്കാരും ഞങ്ങളെ പോലത്തോൾക്കൊക്കെ രാത്രി 1:30 ശേഷം പെർമിറ്റ് ഉണ്ട് ആ ഏലസുള്ള വണ്ടിക്കും. ഞാൻ രാത്രി അങ്ങനെ പോവുകയുള്ളൂ. അപ്പൊ കാണാം ഈ ചാറ്റിന് മഴയത്ത് ഇങ്ങനെ കസേരമ മൂടി പൊച്ചിട്ട് ഇങ്ങനെ വാച്ച്മാനാണേ മുപ്പത് വാച്ച് ഉറക്കറായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഉണ്ടാകരുത്. അതേ സമയത്ത് ഇബ്രാഹിം നബിയുടെ ഗാർഡ് ഏതാണ്? നല്ല ആക്ടിവിറ്റിയോടുകൂടെ നിൽക്കുന്ന മൂർഖൻ പാമ്പ്. വഫീ ഫമിഹി ഉസ്നും മിനൽ യാസ്മീൻ.
നല്ലൊരു മുന്തിരി നല്ലൊരു പിന്നെ മുല്ല, ആ മുല്ലപ്പൂല ചെടിയില്ലേ, ആ ചെടിയുടെ കൊമ്പ് ഇങ്ങനെ വായിൽ പിടിച്ചിട്ട് ആ പാമ്പതാ നിൽക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇബ്രാഹിമിന്റെ ഉറക്ക് ഈച്ചകളോ കൊതുകുകളോ പ്രാണികളോ പല ശല്യവും വരുത്തിയാൽ ഈ കൊമ്പ് കൊണ്ട് പാമ്പതാ മിന്നിക്കൊടുക്കുന്നു. യാ റബ്ബ്. കാരണം എന്താ നിങ്ങള് ഇബ്രാഹിം നബിന്റെ ഉറക്ക് നമ്മളെ ഉറക്കല്ല. നമ്മൾ രാത്രി 10:30 കടന്നുറങ്ങും. എന്നിട്ട് 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6:30, 7:30, സുബ്ഹാനല്ലാഹ് 8:30. 8:30ക്കാണ് അലാറം മുട്ടണേ. എന്നിട്ട് നമുക്ക് മപ്പ് തീരുന്നില്ല. അപ്പൊ ഒന്നും കൂടി ഉറങ്ങി. ഈ ഉറങ്ങിയ ക്ഷീണം മാറ്റാൻ പിന്നെ ഉറങ്ങി. പിന്നെ നമ്മൾ നാശമൊക്കെ കഴിച്ച് ഇങ്ങനെ പീടിയൊക്കെ പോയി കടപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ വന്ന് ഉച്ചക്ക് ചോറ് വെച്ച് നോക്കണം. അപ്പൊ പിന്നെ ഉറക്കില്ല, ഒരു മയക്കം, 1 മണിക്കൂർ ഒരു മയക്കം. അത് എണീച്ചിട്ടാ പിന്നെ നമുക്ക് സ്ട്രോങ് ചായ വേണ്ട. ഈ കോലത്തിൽ ഉറങ്ങിയൊക്കെ ഉറങ്ങിയിട്ടും വാളിന്റെ സദസ്സിൽ വന്ന പിന്നെ വാങ്ങി നോക്കിക്കൾ. നിങ്ങളിപ്പോ ഉറങ്ങാത്ത പുട്ട് തേങ്ങയുടെ പോലെ ഞാൻ പാറ് തന്നിട്ടാ എനിക്കറിയാം. ഞാൻ ഈ ക്ലാസ്സുള്ള താക്കീക്കിന്റെ വാളിന് പറഞ്ഞു നോക്കണ്ടേ, 1/2 മണിക്കൂറാണ് കേൾക്കും. പിന്നെ ശരിയാമൂലേ? ശരി തന്നെയാണ്. ഇത് സമയത്തിനോടും ഇങ്ങനെ ദിക്റ് ചൊല്ലിയാൽ ഉറങ്ങി. എല്ലാ സമയത്തും ഉറങ്ങിയിട്ട് മതിയാകുന്നുണ്ടോ? അതേ സമയത്ത് മഹാന്മാരെ ഉറക്ക് അങ്ങനെയല്ല. അവർ ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുന്നില്ല, ഉണരാൻ വേണ്ടിയാണ് അവർ ഉറങ്ങുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവരാരും ഉറങ്ങാൻ വേണ്ടി ഉറങ്ങുന്നില്ല, ഉണരാൻ വേണ്ടിയാണ് ഉറങ്ങുന്നത്. അഥവാ ഇനിയും ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഖുർആൻ ഓതിയാൽ പിഴച്ചു പോകും. ഇനിയും ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ പിഴച്ചു പോകും. ഇനിയും ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ആകെ പിടുത്തം വിട്ടുപോകും. ഇത് മനസ്സിലാക്കി അല്പം ആരോഗ്യ സംരക്ഷണത്തിന് ഞാനൊന്ന് ഉറങ്ങട്ടെ. ഈ ഉറക്കാണ് അവരുറങ്ങുന്നത്. അതിപ്പോ അങ്ങോട്ടൊന്നും പോണ്ട. നമ്മളെ നേതാക്കന്മാർ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അല്ലാഹ് ദീർഘായുസ്സാഫിയത്ത് കൊടുക്കട്ടെ, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വാല് കഴിഞ്ഞിട്ട് എത്തിയാണ്. എന്നിട്ട് ഉസ്താദ് 5 മണിക്ക് സുബൈബാദ് ഉണ്ടാകുമ്പം 4:30ക്ക് എണീക്കുകയാണ്. തങ്ങൾ ഉസ്താദും ഞങ്ങളൊക്കെ അവിടെ പഠിച്ചത് എൻ്റെ ഒരുപാട് സീനിയറാണ്. പക്ഷേ മുആസറത്ത് ഞങ്ങൾക്ക് ഉണ്ട്. ആ സമയത്തൊക്കെ അറിയാം. നമ്മളൊക്കെ പരിപാടി കഴിഞ്ഞ് വന്ന് പിന്നെയും AP ഉസ്താദ് വരെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എന്നിട്ട് ആ ഉസ്താദ് ചൂരിൽ കൈ പിടിച്ചിട്ട് തസ്ബീഹ് കൈ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉടോ എന്നും വേണ്ടി ഉസ്താദ് വരികയാണ്. അപ്പൊ എത്ര പറഞ്ഞിട്ടുണ്ടാവും കുട്ടിയൊക്കെ നിങ്ങൾ? ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10 കൊല്ലം മുമ്പ് മണ്ണാർക്കാട് ഭാഗത്തൊരു ആളുകളെ അപ്പൊ അന്നൊരു പള്ളിയിൽക്കാണ് ചടങ്ങ് വെക്കുകയാണ്. അപ്പൊ ഉസ്താദ് ഉണ്ടാവും പ്രസംഗിക്കാൻ. ഭക്ഷണം കഴിക്കുന്ന വീട് കുറച്ച് ദൂരെയാണ്. ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വർത്താനമാണ് വണ്ടി കയറി ഇരുന്നപ്പോ ഉസ്താദ് 1 മിനിറ്റ് ഞങ്ങൾ മനസ്സിലായി എന്തോന്ന് ചെല്ലാനൊച്ചോ. പിന്നെ കണ്ട് കൂർക്കമ്പരി ഇങ്ങനെ കേൾക്കണം. പെട്ടെന്ന് കൂർക്കമ്പരി കേൾക്കാൻ 12 മിനിറ്റ് കഴിഞ്ഞ് 13ാമത്തെ മിനിറ്റിൽ നമ്മൾ പരിപാടിയുടെ സ്ഥലത്തെത്തി. ഉസ്താദ് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് 1.25 മണിക്കൂർ വേണ്ടത് ഉസ്താദ് പറയാ. ആ 10 മിനിറ്റ് ഉറങ്ങിയ ആഫിയത്തിലാണ് ഞാൻ ആ വാല് പറഞ്ഞത്. നോക്കിങ്ങള്, ഇത് പിന്നെ ഞങ്ങൾക്കൊക്കെ പലപ്പോഴും നമുക്കും അനുഭവം. അപ്പൊ ഇന്ന് എനിക്ക് സെബുക്കിൽ ഇറങ്ങിയ അനുഭവം എനിക്കുണ്ടായിരുന്നു. കാരണം ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞിക്കാണ്ട് തട്ടിമുട്ടിയിട്ട് വാല് നേരത്തെ കഴിഞ്ഞിക്കണം. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഭക്ഷണത്തിന് പോകാനാണ് ചിലപ്പോൾ കുറെ വൈകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളും വളവ് അടിച്ചിരിക്കണം. ഉസ്താദന്മാരൊക്കെ സമസ്തന തീരുമാനം വാലിന്റെ മുമ്പ് ഭക്ഷണം കഴിച്ചോളാം. കാരണം എന്നാൽ വേഗം സംഗതി അടക്കും. മറ്റേ 2 മണിക്കൂർ വാല്, 3 മണിക്കൂർ പിന്നെ ഭക്ഷണത്തിനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് ഇരിക്കുക അറിയും. പിന്നെ പെണ്ണുങ്ങൾ വരുന്നുള്ളൂ പറയും, താക്കോല് മറന്നിരിക്കുന്നു പറയും, ഇനി വെള്ളം ചായ വേണ്ടെന്ന് വെക്കും. അപ്പൊ ചാറ് ചൂടാക്കും. പടച്ചോൻ എൻ്റെ റബ്ബേ, ഞങ്ങൾ ആ ചോറ് എടുത്താൽ എനിക്ക് ഉസ്താദ് എന്നുമില്ലല്ലോ, ഒരു ദിവസമല്ലേ. ആർക്ക്? നിങ്ങൾക്ക്. ഞങ്ങൾക്ക് എന്നും തന്നെയല്ലേ. നിങ്ങൾ ഈ ഷുഗർ പ്രഷർ കൂടെ കൂടിയാലോ 2 മണിക്ക് ഞാൻ ഇന്നലെയും വീട്ടിൽ എത്തണം, 2:30ക്ക് ഉറങ്ങുകയാണ്. എന്നിട്ട് 4:45 എണീക്കാൻ. അത് ചോദിക്കണം നിങ്ങൾ. ഇന്നിങ്ങനെ തഫ്സീർ ഓതുന്നതിന്റെ അടിയിൽ കൂടെ പോയത് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇന്ന് പകരം വേറെ കുറെ മീറ്റിംഗ് എല്ലാം പാടെ ഏതുകൊണ്ട് അങ്ങോട്ട് എത്തിയില്ല. ഇത് ഞാൻ തമാശ പറയല്ല. ഞാൻ ആദ്യം വിചാരിച്ച തമാശ ഞാൻ ഓർക്കുന്നുണ്ട്. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം അല്ല ദീർഘായുസ്സാഫിയത്തും കൊടുക്കട്ടെ. അദ്ദേഹം SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയ സമയം നല്ല ഓട്ടമാണല്ലോ. അങ്ങനെ വാതിൽ വിളിച്ചു കൊല്ലം ജില്ലയിലെ സ്ഥലത്ത് നമ്മുടെ സിറാജുദ്ദീൻ ബാക്കവി ഉണ്ട് ബേക്കില്. ഞാൻ സാരത മുത്തസിലാക്കി. ഞാൻ മുമ്പ് തമാശ വിചാരിച്ചു MLAക്കുള്ള യാത്രയിൽ ഞാൻ ഉറപ്പ് വാങ്ങി. ഞാൻ അത് പറയിട്ടോ എന്ന് പറഞ്ഞ് ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. മൂപ്പര് അത് ഇങ്ങനെ പറയും.
ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ ഒന്നാ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുവനന്തപുരത്തിറങ്ങി. ജനങ്ങൾ പകുതി ചിരിക്കുക, പകുതി അന്തം വിട്ട് നോക്കുക. സിദ്ദീഖ് എന്നാണ് തിരുവനന്തപുരം എയർപോർട്ട്. വല്ലാത്ത കഥ തന്നെയാണ്. അതിൽ സിറാജുദ്ദീൻ ബാക്കവിക്ക് തിരിഞ്ഞിട്ടില്ല, ഇതിന് തെറ്റി യാസീൻ ഓതി തബാർക്കിയിലെത്തിക്കണേ കുപ്പായണ്ട് പിടിച്ചു കുലുക്കി. ഇല്ലല്ല, അന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടില്ല. അപ്പളാ മൂപ്പര് അപ്പൊ എന്താ ഉറങ്ങിയാണ് പറഞ്ഞതാ. നിങ്ങൾ തഴക്കം വന്നാൽ ഉറങ്ങി ദർശർത്തും ഉറങ്ങി വണ്ടി വിടൂലേ? ഞാൻ വിട്ടുകണ് ഏകദേശം ഒരു 10-25 മിനിറ്റ് ചേരലിൽ കൂടെ ബൈക്ക് സ്കൂട്ടറുള്ള കാലത്ത്. അപ്പൊ ഉറങ്ങിയ പോകും. ആ സമയത്ത് ഒരു 10 മിനിറ്റ് ഉറക്കം എന്തിനാണ്? ആരോഗ്യം സംരക്ഷിക്കാൻ. എന്റെ ചെറുപ്പക്കാരെ, ഉറങ്ങിയിട്ട് സമയം കളയരുത്. ഉറങ്ങാൻ വേണ്ടി ഉറങ്ങരുത്. നമ്മൾ ചില ആൾക്കാർ പറയൂല, എടാ കല്യാണത്തിൽ നിന്ന് ചോറ് വയ്ക്കുമ്പോഴേ എന്റെ തീറ്റിങ്ങനെ കണ്ടാൽ തിന്നാനായിട്ട് ജീവിക്കണമായിരിക്കും. അങ്ങനെ അതുണ്ടാകരുത്. ജീവിക്കാൻ വേണ്ടി തിന്നാം, അത് മതി. തിരിച്ച് തിന്നാൻ വേണ്ടി ജീവിക്കരുത്. ഇതുപോലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഉറങ്ങരുത്. കാരണം റസൂൽ പഠിപ്പിച്ചതാണ്, അന്നാസ് കുല്ലുഹും നിയാം. മനുഷ്യന്മാരൊക്കെ ഉറക്കത്തിലാണ്. ഇതാ മാത്തൂ ഇന്ദബഹു, ഉടരുന്ന സമയത്ത്, അവർ മരിക്കുന്ന സമയത്ത്, അപ്പോഴാണ് അല്ലാഹ് കഴിഞ്ഞോ, ജീവിതം കഴിഞ്ഞോ, ഇനി എന്ത് ചെയ്യും റബ്ബേ? ആ സമയത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ ചെറിയ സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ സാമ്പിൾ. ഇതാ മാത്രം എന്താ ബഹു പറഞ്ഞാൽ, മനുഷ്യന്മാർ സാധാരണ പറഞ്ഞ എത്ര വേണ്ട പറഞ്ഞാലും കേൾക്കുമല്ലോ, എന്ത് കുത്തുബീത്ത്, എന്ത് റാത്തീബ്, എന്ത് തങ്ങന്മാർ, എന്തൊക്കെ മൂല്യന്മാർ, അതൊക്കെ നെവർമൈൻഡ് ആയിട്ട് വിടുകയാണ്. ഉറക്കാണത്, ആത്മീയമായ ഉറക്കാണ്. പക്ഷെ കാബുൽ അലൈഹിസ്സലാം ഒന്ന് റൂവിനെ പിടിക്കുമ്പോൾ അല്ലോ ഇനിയിപ്പോ എന്താ, ഒന്നുമില്ല, ആണ് കടന്നു കൊടുക്കുക തന്നെ. പിന്നെ ടെൻഷൻ കൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ നല്ല അയക്കോറ കിട്ടി കടരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ സുന്നി മീനും കിട്ടുമല്ലോ. ഞങ്ങൾക്ക് വഹാബി ജമാഅത്ത് സമയം കേട്ടോ ഞങ്ങൾക്ക് മീൻ കിട്ടുക, മനസ്സിലായില്ല? അതിന് പലതും കൂട്ടിയിട്ടാണ് കിട്ടുക, ഒറിജിനൽ അല്ല. അങ്ങനെ അപ്പൊ നിങ്ങൾ നല്ല അയക്കോറൊക്കെ നോവലിൽ കിട്ടി, നന്നായിട്ട് മുളകൊക്കെ ഇട്ടിട്ട് പൊരിച്ച് കണ്ടീഷനാക്കി വെച്ച്, നല്ല ചോറും വെച്ച്. അവ തറാവിക്ക് കഴിഞ്ഞ് കടന്നപ്പോ ഭാര്യ പറഞ്ഞു, എന്തിനു കഴിക്കല്, ഏതായാലും അത്താഴത്തിൽ എണീക്കണ്ടേ, വിശപ്പൊക്കെ ഉണ്ട്, ഇന്ന് പുറത്തും വരുന്നുണ്ട്, ഒന്നായിട്ട് കഴിക്കാം. യാ റബ്ബേ, നമ്മൾ അലാറൊക്കെ വെച്ച് സംഗതി AM PM മാറിപ്പോയി. ചില തെരീക്കത്ത് കൂടിയ നന്നാകാൻ കൂടാ, പിന്നെ കേടുവരില്ല എന്ന മാതിരി ഈ അലാറം വെച്ച് PM മാറിപ്പോയി. സംഗതി തട്ടി നോക്കി നോക്കി സമയം എണീക്കുവരെ എണീറ്റ് നോക്കി വേഗം പല്ലും തേച്ച് ചോറൊക്കെ വിളമ്പി കറി ഒഴിച്ചപ്പോ അല്ലാഹു അക്ബർ പള്ളിക്കുന്ന് വാങ്ങി. ഒന്ന് ആലോചിച്ചോ കണിങ്ങൾ, എന്താ ടെൻഷൻ, എവിടെ പോയിട്ടാ ഒതുക്കുക? എന്നാൽ ഇത് പിന്നെ കളാ കൂട്ടാം. അതേസമയം അന്നാസു കുല്ലുഹും നിയാം, എല്ലാരും നല്ല ഉറക്കത്തിലാണ്. നിസ്കാരത്തിന്റെ ചിന്തയില്ല, പലിശ വരുമോ എന്ന പേടിയില്ല, കല്യാണം സുന്നത്താണ്, ആണും പെണ്ണും കൂടിക്കരൽ ഹറാമാണ്, ആ യാതൊരു ബോധവും ഇല്ല. ഞാൻ ചെയ്ത ഇബാദത്ത് വിളിച്ചു പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുമെന്ന ചിന്തയില്ല. ഉമ്മാന്റെ പൊരുത്തം കിട്ടാതിരുന്നാൽ ഏത് തങ്ങളായാലും വലിയരായാലും ഏത് കുതുബുൽ അഖ്താബ് സ്വർഗത്ത് കടക്കൂലാന്ന് ചിന്തയില്ല. ബാപ്പാനെ സന്തോഷിപ്പിക്കാൻ ഞാൻ പൊരുത്തപ്പെടൂലാന്ന് ബോധമില്ല. ഉസ്താദുമാരെ പൊരുത്തം കിട്ടിയെങ്കിലേ ജയിക്കൂന്ന് ചിന്തയില്ല. ആളുകൾക്ക് ഇങ്ങനെ ഉറങ്ങുകയാണ്, എപ്പം നോക്കിയാൽ റിമോട്ട് കയ്യിലാണ്, മൊബൈൽ ഇങ്ങനെ വെച്ചിരുന്ന ചോറും തോണ്ടിക്കൂട്ടുകയാണ്, അതിന് ഗെയിം ഇങ്ങനെ കളിക്കുകയാണ്, വാട്സപ്പ് തുറക്കുകയാണ്, ഫസാദ് ബുക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്, ഫേസ്ബുക്ക് ഇങ്ങോട്ട് വിടുകയാണ്. അല്ലാ, നല്ല ചാറ്റിങ്ങിനാ ഓർക്കൊഴിച്ചിട്ട് ഉണ്ട്. അപ്പുറത്തെ തരക്കൊരു സാധനമുണ്ട്, ഏതോ പേരറിയുള്ളൂ, നമുക്ക് സാധനത്തിനറിയില്ല. ഈ കോലത്തിന് ജീവിതം തന്നെ. അസ്റായീൽ ഇങ്ങോട്ട് വന്നിട്ട് ഇനി റൂഹനെ പിടിക്കാൻ സെക്കൻഡേ ബാക്കിയുള്ളൂ. അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈ ഉറക്കം നമ്മൾ ഉറങ്ങരുത് കൂട്ടരെ. നല്ല കാര്യം കുറെ ചെയ്യണം. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ നേതാക്കന്മാർ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? അവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേക്ക് ഉറങ്ങുന്നു. എന്തേ കാരണം? ഒന്ന് ഓടിയ ക്ഷീണം, രണ്ട് മനസ്സിന്റെ റാഗത്ത്. എന്തേ? ഇന്ന് കാലത്ത് 4:45 എഴുന്നേറ്റതാണ്. അപ്പം നിസ്കരിച്ച തഹജ്ജുദ് മുതൽ
സുബഹിന്റെ ജമാഅത്തും ഒരു പ്രവർത്തകന്റെ കുടിയിരിക്കലും, പിന്നെ ഒരു പ്രവർത്തകന്റെ കല്യാണം, പിന്നെ നോക്കുമ്പോ വേറൊരു കല്യാണം. എല്ലാ കല്യാണത്തിനും ചോറ് വയ്ക്കാനല്ല, അവിടെ ചെന്ന് കൊണ്ടൊരു ദുആ ചെയ്തു പോന്നാൽ പ്രവർത്തകന് സന്തോഷമാണ്. മറ്റൊരു പ്രവർത്തകൻ പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ്, മറ്റൊരു പ്രവർത്തകൻ മരിച്ച വീടാണ്, ഒരു സ്ഥലത്ത് കുടിയിരിക്കലാണ്, ഒരു കേസ് മദ്യം പറയലാണ്, പണക്കാരത്തുനിന്ന് 10 പണക്കാരത്തുനിന്ന് പൈസ വാങ്ങലാണ്, അത് പാവപ്പെട്ട കുട്ടിയെ കെട്ടിക്കാൻ കൊടുക്കലാണ്, ഒരു മദ്രസക്ക് കുറ്റിയടിക്കലാണ്, ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് സിമന്റ് പിരിക്കലാണ്, ദർസ് 4 or 5 നടത്തലാണ്. എല്ലാം കഴിഞ്ഞ് 2 or 3 വേദം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അല്ലാ, ഇന്ന് നീ എനിക്ക് തന്ന ജീവിതം, ഇന്ന് നീ എനിക്ക് തന്ന ആരോഗ്യം, ഇന്ന് നീ എനിക്ക് തന്ന അറിവ്, ഇന്ന് നീ എനിക്ക് തന്ന സ്വാധീനം, എന്റെ സംഘടനാ പാഠവും റബ്ബേ ഈ കബൂൽ ചെയ്തെങ്കിൽ ഞാനത് ചിലവഴിച്ചു വന്നോ. എന്റെ അതേ ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരൻ, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൻ, എന്റെ കൂടെ കച്ചവടം നടത്തിയ കൂട്ടുകാരൻ, അവനല്ലേ കള്ളു കുടിച്ച് കിടക്കുന്നത്, അവനല്ലേ സിനിമ കാണുന്നത്, അവന് പള്ളിയുണ്ടോ, സംഘടനയുണ്ടോ, കുത്തുബിയത്തുണ്ടോ, കടപ്പുറത്ത് 24 മണിക്കൂറും പുകയാണ് മൂക്കിലൂടെ വരുന്നത്, നൊരയാണ് വായിലൂടെ വരുന്നത്, പച്ചത്തെറിയാണ് തൊള്ളയിലൂടെ പുറത്തേക്ക് ചാടുന്നത്, കീശ മുഴുവനും പണത്തിന്ന് കാലിയാണ്, വീട്ടിൽ നിന്നവൻ ഒഴിവാണ്, നാട്ടുകാരമ്പിൽ അഭിശപ്തനാണ്, ഭാര്യക്കവൻ വെറുത്തവനാണ്, റഹ്മത്തിന് മലക്കവന്റെ പരിസരത്തില്ല, കിഡ്നിയാണെങ്കിൽ ചുരുങ്ങുകയാണ്. അല്ലാ അല്ലാ, അവനും ഞാനും എവിടെയാണ്? അൽഹംദുലില്ലാഹ്, ബിസ്മിക റബ്ബി വലതു ജംബി. ഇങ്ങനെ കടന്നുറങ്ങാൻ കഴിഞ്ഞാൽ, ഓരോ ദിവസവും അങ്ങനെ ഉറങ്ങിയാൽ അല്ലാഹു നമുക്കതിന് വല്ലാത്ത ഭാഗ്യം തരട്ടെ. ആ ഉറക്കാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഉറങ്ങടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അള്ളാന്റെ കാവൽ പ്രത്യേകം കിട്ടുന്ന ഉറപ്പാ. അങ്ങനെ പാമ്പ് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ മിന്നി കൊടുക്കുക. അല്ലാ, ഞാൻ ചോദിക്കട്ടെ പെണ്ണുങ്ങളെ, നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം, 40 കൊല്ലം, 25 കൊല്ലം, 20 കൊല്ലമൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ 5-8 ആയല്ലോ, 10-20 കൊല്ലം കഴിഞ്ഞിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഭർത്താക്കന്മാർ അധ്വാനിക്കണേ. സ്വന്തം വയറ്റിപ്പഴപ്പ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീർന്നു. ഇപ്പത്തെ കാലത്ത് ആശുപത്രിയിൽ പോയി കുത്തുറാനും പാടില്ല, അങ്ങനെയാണല്ലോ. കാരണം സാന്ത്വനത്തിന്റെ വക അല്ലാത്ത വകയൊക്കെ വന്ന് സ്വാതന്ത്ര്യദിനത്തിന് പേര് അല്ലെങ്കിൽ നിവേദനത്തിന് പേര് അങ്ങനെ കിട്ടുകയാണ്. പിന്നെ ഇപ്പൊ ഈ സിറാജ് എടുത്ത് ഇങ്ങനെ നോക്കിയാൽ തന്നെ ഇന്ന് ഇവിടെ ആട് ബിരിയാണിയിലെ കുത്തുബിയത്തിന് ഉദാഹരണം പറയാം. അപ്പുറത്ത് പോയാൽ മഞ്ഞച്ചോറ് വെച്ച റാത്തിയും, അതിന്റെ അപ്പുറത്ത് വെച്ചാൽ നെയ്ച്ചോറുണ്ടാക്കി പരിപാടി. അങ്ങനെ പോയാൽ കൽബിന് ദിക്റും കിട്ടും, പള്ളക്ക് ചോറും കിട്ടും, ഉറപ്പ് തന്നെയാണ്. പിന്നെ എന്തേ ഭർത്താക്കന്മാർ അധ്വാനിക്കണത്? ഭാര്യമാരെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ മക്കൾക്ക് വേണ്ടിയാണ്. അങ്ങനെ അധ്വാനിച്ച് ക്ഷീണിച്ചു വന്ന് വീട്ടു പകല് വന്നിട്ട് ഫാൻ ഓൺ ചെയ്തൊന്ന് കടന്നതാ. ഒരു ചെറിയ ഉറക്കം കുറഞ്ഞപ്പോ കരണ്ടാണ് പോയി. നമ്മളെ കരണ്ടല്ലേ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഇപ്പോഴത്തെ മനുഷ്യന്റെ മരിപ്പും ഓട്ടോറിക്ഷന്റെ തിരിപ്പും നമ്മളെ കരണ്ടിന്റെ പോക്കും ഇതെവിടെയെന്ന് പറയാൻ പറ്റൂല. അങ്ങനെയല്ലേ, കരണ്ടാണ് പോയപ്പോ നിങ്ങളെ ഭാര്യമാരെ, പെണ്ണുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് പഠിച്ചോനെ, ബാപ്പ മക്കളെ എങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അധ്വാനിക്കണതൊക്കെ. അതുകൊണ്ട് ആ ബാപ്പാന്റെ ഉറക്ക് ശല്യപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് ഞാൻ ആ ഉപ്പാക്കൊന്ന് മിന്നിക്കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊരു കഷ്ണം പേപ്പറോ ഒരു ചട്ടയോ എടുത്തിട്ട് ഈ 25-30 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മിന്നിക്കൊടുത്തോ? അങ്ങനെ പറയൂലേ വേണ്ട. ഈ ഞങ്ങളെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് അതിപ്പോ ഞാൻ പറയില്ല. കാരണം നമ്മൾ കയറി ഇരുന്നാലേ പുറത്താളുകൾക്ക് വിഷമിക്കുന്നുണ്ട്, ഓൽക്കൂടി ഇങ്ങോട്ട് അത്തെത്താൻ, അപ്പോഴേക്ക് നിർത്താൻ സമയമാവും ചെയ്യും. അപ്പോ ഈ രീതിയിൽ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് നല്ലോണം ഖിദ്മത്തെടുക്കേണ്ട ആളുകളാണ്. ഭാര്യമാര് സ്വർഗത്ത് പോണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഏത് വലിയ ആളായാലും ഉമ്മാൻ്റെ ഇപ്പാൻ്റെയും പൊരുത്തല്ലാതെ സ്വർഗത്ത് പോകൂല. ഇത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മി ഇപ്പി മാത്രം പോരാ, ഭർത്താക്കന്മാരെ പൊരുത്തം വേണോ. ആ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിന് ഇങ്ങനെ മിന്നിക്കൊടുക്കുന്ന ഭാര്യമാർ നമ്മളെ കൂട്ടത്തിലുണ്ടോ? അടച്ചോനെ, അങ്ങനെയൊക്കെ അതിന് ഇസ്ലാമിക കുടുംബജീവിതം ഒന്ന് പഠിക്കണം. ഇന്ന് ഞാൻ പറയണില്ല, പിന്നെ ഇൻഷാ അല്ലാഹ് സമയ സന്ദർഭം നമുക്ക് നോക്കാം. പക്ഷെ ആണുങ്ങളും കൂടെ ഒന്ന് പറയാണ്ട്,
നിങ്ങൾ തന്നെ 50 കിട്ടാണ്ട് കൗന്നാട് കടന്ന് ആയിക്കോട്ടെ നൽകാൻ അങ്ങനെ നോക്കിയാൽ മിന്നി തന്നെ പെണ്ണും കിട്ടൂല. അതിന് ചില ശർത്തം വേറെ നോക്കണ്ട്. അത് കെട്ടുമ്പോൾ ആദ്യം നോക്കണം. ഇനിയിപ്പോൾ ആ ടെൻഷനായിട്ട് കാര്യമില്ല. ഇനി തങ്ങളപ്പാനോട് സംഭാവന കൊടുത്ത് നല്ലോണം ദ്വാരക്കാൻ പറയാം, പെമ്പ നോക്കി നന്നാകാൻ. ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് പറയാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ പാമ്പാണ് മിന്നിക്കൊടുക്കുന്നത്. ഇതിങ്ങനെ കണ്ടപ്പം വന്ന ആള് അറിയാതെ പറച്ചിൽ നമ്മളായാലും പറഞ്ഞു പോവില്ലേ, ഒരു മുഴുക്കും പാമ്പ് ഇങ്ങനെ മിന്നാൻ. ആ സമയത്ത് പാമ്പതാ തിരിച്ചു ചോദിക്കുകയാണ്, എന്ത് അജബ് മനുഷ്യ. അവൻ മനുഷ്യൻ തിരിച്ചു പറയുന്നു, ഈ പാമ്പല്ലേ, പാമ്പ് മനുഷ്യന്റെ ആ ജന്മ ശത്രുവല്ലേ, ഈയാണ് ഈ ഹാദ്യമായിട്ട് ജോലി ചെയ്യുന്നത്. ഈ ശത്രുവായ നിനക്കെങ്ങനെ ഇതിന് കഴിഞ്ഞു? ഇതാലോചിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഉടനെ വരുന്നു പാമ്പിന്റെ പ്രതികരണം, തെറ്റിപ്പോയി, ഞങ്ങളാരും മനുഷ്യന്റെ ശത്രുവല്ല. ഞങ്ങളൊരാളെയും ആ നിലക്ക് കൊത്താറില്ല, കടിക്കാറില്ല. ഞങ്ങളെ പേടിച്ചാൽ ഞങ്ങൾ കടിക്കും, ഉപദ്രവിച്ചാലും ഞങ്ങൾ കടിക്കും, അല്ലാതൊരു നല്ല മനുഷ്യനെ ഞങ്ങൾ കടിക്കൂല. പിന്നുള്ളത് എന്താന്ന് ചോദിച്ചാൽ, അല്ലാഹു തആല തന്ന ഭക്ഷണം കഴിച്ച്, അല്ലാഹു തആല തന്ന വെള്ളം കുടിച്ച്, അല്ലാഹു തന്ന വായു ശ്വസിച്ച്, അല്ല തന്ന പണം കൊണ്ട് വീടുണ്ടാക്കിയിട്ട് ഗേറ്റ് പൂട്ടി വാതിലും പൂട്ടിയിട്ട്, അല്ലാഹു തന്ന പവർ കൊണ്ട് ഫാൻ ഫിറ്റാക്കിയിട്ട് സുഖമായി നീ അങ്ങ് കിടന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിലുള്ള നിന്റെ കണ്ണിന്റെ ഷട്ടറില്ലേ, നീ ഉപയോഗിക്കുന്ന കടയുടെ ഷട്ടർ അടക്കം സ്വന്തം താകൂല പിടിച്ചിട്ടും താത്തണ്ട്, എന്നാത്തിനടക്ക് ഗ്രീസും കൊടുക്കണ്ട്. എടോ 68 കൊല്ലായിലെ ദുഞ്ഞാവുക്ക് ഇജ്ജ് വന്നിട്ട് ഒരു തുള്ളി ഗ്രീസ് ഇതുവരെ കണ്ണിന് കൊടുത്തിട്ടുണ്ടോ? ഇത്രയും കാലം ഉറങ്ങിയപ്പോ കടന്റെ ഷട്ടർ പോലെ പിടിച്ചിങ്ങ് താത്തിയിട്ടുണ്ടോ? ഉറക്ക് വരുന്നു എന്നറിയുമ്പോഴേക്ക് കണ്ണങ്ങ് താന്നു പോയില്ലേ? ചോദിക്കട്ടെ, മൂക്ക് നീ വല്ല കാർക്കും വിട്ട് വെച്ചിട്ടുണ്ടോ? ചെവിയിൽ നീ പരുത്തി വെച്ചിട്ടുണ്ടോ? പോകട്ടെ, നിന്റെ വായ തന്നെ പലപ്പോഴും ഉറങ്ങിയാൽ തുറന്നല്ലേ പിടിക്കുന്നത്. ചുണ്ടലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറില്ലേ? ഒരിക്കലെങ്കിലും റോങ് സൈഡിലൂടെ വണ്ടി വന്നിട്ട് വായിലേക്ക് എലി കയറിയിട്ടുണ്ടോ? ചെവിയിലേക്ക് പാറ്റ പോയിട്ടുണ്ടോ? മൂക്കിലൂടെ പല്ലി വലിഞ്ഞു കയറിയിട്ടുണ്ടോ? ആരാണോ ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ തന്നത്? അള്ളയല്ലേ. ഇങ്ങനെ 10 കുറങ്ങിയ നിനക്ക് 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 7 മണിക്കൂർ ഉറക്കം അല്ല നിനക്ക് തന്നിട്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, അസ്വലാത്തു ഖൈറും മിനൻ നൗം. മോനെ, നിനക്ക് ഖബറിൽ ഉറങ്ങണ്ടേ? നിനക്ക് ഉറക്കം തന്ന റബ്ബില്ലേ, അവന്റെ പള്ളിയിൽ വിളി വന്നില്ലേ? ഈ 7 മണിക്കൂർ ഉറക്കം തന്ന റബ്ബിന് വേണ്ടി 5 മിനിറ്റ് എടുത്തുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കടോ. ഇത് പറയുമ്പോൾ പുതപ്പ് ചുരുട്ടിയിട്ട് കിടക്കുന്നവൻ അള്ളാന്റെ അടിമയാണോ, ശൈത്താന്റെ അടിമയാണോ? അല്ല മനുഷ്യ, ഞങ്ങൾ അവനെ പരിഗണിക്കേണ്ടതുണ്ടോ? ഇത് മുഴുവനും തന്നെ നാഥനെ പരിഗണിക്കാത്തവൻ മനുഷ്യനാണോ? ഓ എന്റെ കൊച്ചു പെങ്ങന്മാരെ, അല്ലാഹു തആല നിങ്ങൾക്ക് ഭംഗി തന്നു, ആരോഗ്യം തന്നു, ആവശ്യത്തിനുള്ള ഭംഗി നിങ്ങൾക്ക് തന്നില്ലേ? +2 കഴിയുമ്പോഴേക്ക് വിവാഹാലോചന വന്നില്ലേ? എന്നാൽ എത്രയോ മുടക്കാച്ചരക്കായ സഹോദരിമാർ ആർക്കും വേണ്ടാതെ നിൽക്കുന്നില്ലേ? ഭംഗിയില്ലാത്തതിന്റെ പേരിൽ, ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്കല്ല ഭംഗി തന്നപ്പോ ആ ഭംഗി ആർക്കുള്ളതാണ്? അത് പഞ്ചായത്ത് കിണറിന്റെ ഭംഗിയല്ല, PWD റോഡിന്റെ ഭംഗിയല്ല, അത് പൊതു ബസ് സ്റ്റോപ്പല്ല, KSRTC ബസ് സ്റ്റാൻഡ് അല്ല, കണ്ടവർക്കൊക്കെ ആസ്വദിക്കാനും ചേരാനും ഇറങ്ങാനും ഉള്ളതല്ല, മാനാഞ്ചിറ കുളത്തിനടുത്ത് അവിടത്തെ മൈതാനിലെ പുല്ലല്ല. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ തുടുതുട്ട മേനയോ, നിന്റെ തഴുത്ത കടുത്തോ, നിന്റെ കൂന്തൽ പോലുള്ള മുടിയോ, നിന്റെ എല്ലാ
ഭംഗിയും നിന്റെ ഭർത്താവിന് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് റൂമിനകത്ത് വാതിലടച്ചിട്ട് നീ പാന്റോ സ്കർട്ടോ മിനിച്ചോ ഇട്ടോ ടൈറ്റോ ഫിറ്റോ എന്തോ ധരിച്ചോ, ഏതത്രം ഉപയോഗിച്ചോ, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അത് ഹറാമാണ്. ഇത് അല്ലാഹു പറഞ്ഞിട്ട് അതൊന്നും പരിഗണിക്കാതെ പ്ലസ് 1-നും പ്ലസ് 2-നും SSLCക്കും പോകുന്ന പെൺകുട്ടിക്ക് ആഫ്ഗൈന്റെ ബ്ലൗസാണ്, അടിവയറ് പുറത്താണ്, ടൈറ്റ് ഫിറ്റ് പാന്റാണ്, ഇവിടെ കീറിയിരിക്കുന്ന കുപ്പായമാണ്, അല്ലാ തട്ടമുള്ളത് ഷാളാണ്, ആ ഷാള് തോളിലാണ്, പശു നന്നാക്കി കുട്ടിയെ തട്ടി തോറ്റിയതുപോലെ കോവ് ചെയ്ത മുടിയാണ്, ചന്തിന്റെ അടിക്ക് കാർക്കൂന്തലാണ്. ഈ രീതിയിൽ നീ നടക്കുമ്പോ പിന്നെ നീ അള്ളാന്റെ അടിമയാണോ? അള്ളാനെ പരിഗണിക്കാത്ത നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വിഷം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അത് വളരെ സത്യല്ലേ? എന്തേ ഈ ഒരു പാമ്പ് ഇബ്രാഹിം നബി അവന് പ്രൊട്ടക്ഷൻ നിൽക്കുക, ആ പാമ്പ് മനുഷ്യനെ കഴിച്ചു എന്ന് പറയുന്നത് കടിച്ചാൽ തന്നെ ഫലമില്ല. അതല്ലേ നിങ്ങൾ തലശ്ശേരിക്കടുത്ത് മാഹിയിൽ ഉള്ളോട്ട് പോയി നോക്ക്, നിങ്ങൾ അവിടെ കാണാവുന്ന സ്ഥലം ചൊക്ലി ഓഖാലിന്റെ പ്രദേശമാണ്. അത് ഓഖാലിന് മഫറത്ത് കൊടുക്കട്ടെ. അവിടെ കാണുന്ന മക്ബറ ആരുടെ നിങ്ങൾ ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വനഫഅനാ ബിഹി ആമീൻ. ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, നമ്മളിങ്ങനെ ഭൗതിക നേതാക്കളെ പുറകിൽ ഇങ്ങനെ പോവുക, ഒരു ചുക്കും കിട്ടൂല. അതേസമയത്ത് ഈ ജാതി നേതാക്കളെ പിടിച്ചോ. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ എഴുത്താണ് 965 സമസ്തയിലേക്ക് കിട്ടിയിട്ട് തബ്ലീഗ് ജമാഅത്ത് പഴച്ചതാണ് തീരുമാനമെടുക്കാൻ കാരണം. ആ കുത്തുബി ഉസ്താദ് മംഗലപ്പുരയ്ക്ക് പോവുക. മംഗലപ്പുര എന്ന് പറയും വടക്കേര്, നമ്മൾ കല്യാണപ്പന്തല് കയറി. ഈ കല്യാണപ്പുരയ്ക്ക് രാത്രി പോവാ, അന്ന് രാത്രിയാണുള്ള കല്യാണം മിക്കവാറും നടക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് മുത്താലിമീങ്ങൾ പുറകിലുണ്ട്, വല്ലാക്ക അടുത്തുണ്ട്. കാലിന് പാമ്പ് കൊത്തി. പാമ്പ് കൊത്തി എന്നല്ല, കുത്തുബി അവർക്ക് ഒരൊറ്റ കൊടച്ചിൽ പാമ്പ് ചെന്ന് വീണിട്ടുണ്ട്. പാമ്പായെന്ന് ഉറപ്പാ. ഇനി അവിടെ യാതൊരു ശക്കുമില്ല, അവിടെ വേറെ ഒരു ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് കല്യാണപ്പന്തല് ചെന്ന് നോക്കുമ്പോൾ രക്തം ഇങ്ങനെ വരുന്നുണ്ട്, പാമ്പ് കൊത്തി അടയാളം ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലാക്ക പറഞ്ഞു, ഉസ്താദെ വൈദ്യരെടുത്ത് പോകാൻ ഡോക്ടറെ കാണിക്കണം. നിങ്ങൾ ചോദിച്ചോ. തലിങ്ങൾ പറഞ്ഞു, ഉസ്താദെ മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ആർക്കും ഭക്ഷണം കഴിച്ചിട്ട് റാറ്റ് വരുന്നില്ല. കുത്തിരി അവർ നന്നായി കഴിക്കുന്നുണ്ട്. ഒരു വിഷയം മാപ്പി മുഷ്കില, ഒരു കുഴപ്പമില്ല. ഒരു കൊതുക് കുത്തിയാലും ബേജാറാ. അപ്പൊ അങ്ങനെ ഉണ്ട്. കാരണം മുമ്പൊക്കെ പുലിനെ പേടിച്ചിന്, പെരിനെ തന്നെ പേടിക്കുകയാണ്. എലിപ്പനി ഉണ്ടാവുമോ നിങ്ങൾ? കാരണം വലിയ ധൈര്യത്തിന് കുളത്തേക്ക് കുളിക്കാൻ വേണ്ടി പോയ കരട്ടക്കാരൻ അതിലേറെ സ്പീഡിൽ ഇങ്ങോട്ടെ, ഓ 2 എലികളുണ്ട് കുളത്തിലെ, പുലികളല്ല, എന്ത് എലിപ്പനി പേടിക്കും. ആടിനെ കൈക്കെട്ടാൻ വേണ്ടിയിട്ട് പോയതാ മരുമകള്. ഭയങ്കര ഓള് ഓടിയിട്ട് എന്തെന്ന് വെച്ചു, പക്ഷേ 2 കൊതുകുകൾ. കൊതുകോ? നിങ്ങളെ വിചാരിച്ച കൊതുകല്ല, ചിക്കൻ കുണിയന്റെ കൊതുക. ആളുകൾ അള്ള കിടക്കണില്ല. പിന്നെ അള്ള അതൊക്കെ റസൂലുള്ള പറഞ്ഞ കാരെ കൂട്ടിയിട്ട് വെറും പേടിയുണ്ടാകും. ഖുർആൻ പറഞ്ഞു, നിങ്ങളെ നല്ലോണം പരീക്ഷിക്കും. അങ്ങോട്ട് കിടക്കുമ്പോൾ മണിക്കൂറാണ് പോകും. ഞാൻ ആ പാപം തന്നെ പടക്കണം. ഇപ്പത്തെ പത്രം വായിച്ചിട്ട് ഇങ്ങനെ 1000 ദിവസം വെച്ചാൽ തന്നെ എമ്പാടും ചെറുപ്പക്കാർ ചിന്തിച്ചുകൂടി. നമ്മൾ കുത്തുബിയത്ത് കഴിക്കാൻ വേണ്ടി വരുമ്പം വെറുതെ ഏതായാലും വെറുതെ ഇത്രക്കല്ലേ പോകുക, അങ്ങനെ വരണ്ട. നമ്മളെ കൽബ് നന്നാക്കാൻ, നമുക്ക് ആഹാരം കിട്ടാൻ, ദുന്യാവലെ മുസീബത്ത് മാറാൻ ആ നിയത്ത് തന്നെ വന്നു. ആലിമീങ്ങളും സാദാത്യങ്ങളും എതിർത്തം കൊടുക്കുന്ന കുത്തുബിയത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഈ രീതിയിൽ കുത്തുബി ഉസ്താദ് അവർക്ക് യാതൊരു ബേജാറില്ല. ശരിക്കും പറയട്ടെ, കല്യാണപ്പറയിന്ന് ദുആ ചെയ്തു, തിരിച്ചിങ്ങോട്ട് വന്നു. ഏകദേശം പാമ്പ് കൊത്തിയ സ്ഥലത്തെത്തിയപ്പോ കുത്തുബി അവർകളെ കടിച്ച പാമ്പ് അതാ ചത്ത് കിടക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ ആലിമീങ്ങൾ പറഞ്ഞാലേ ചില്ലറക്കാരല്ല. ഈ കറാമത്ത് കാട്ടിയ മഹാന്മാരാണ്. ഈ കറാമത്ത് ആനകും വിട്ടതാ, ഇതൊക്കെ തന്നെ കറാമത്ത് പറഞ്ഞ. പാമ്പ് കടിക്കണം, നമ്മളൊക്കെ കാലുമ്മ നീർക്കോലി കടിച്ചാൽ മതി, നമ്മൾ കാര്യം. കാരണം അത്രയും നമുക്കുള്ള കറാമത്തുള്ളൂ. അത് നിങ്ങൾ ഇത് പാമ്പ് കൊത്തിയിട്ട് പാമ്പ് ചത്തു, മഹാനവറുകൾക്കൊന്നും സംഭവിച്ചില്ല.
ഇതാ ഞാൻ പറഞ്ഞു, കല്ല് കരട് കാഞ്ഞിലെ കുറ്റി മുതൽ മുള്ളുമുഴ മൂർക്കുമാമന്റെ തല വരെ ഒരു പേജാറുമില്ല. എന്തിപ്പോ നോക്ക്, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ചവ്വാലാണ്. CM വലിയുള്ളാഹിനടുത്ത് ഇന്നലെയും എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ദല്ലളം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് സ്മാപ്പ് ചെയ്ത് കൊടുക്കട്ടെ, ഉസ്താദ് നാട്ടിൽ CM അവർ ഉറൂസേൻ. ആ CM അവർ കാട്ടിലൂടെയും മരടിയും കുന്നിലൂടെയും ഒക്കെ കടന്നിട്ട് എത്ര ജന്തുക്കളും ജീവികളും എരുകളും പുലികളും വന്ന് വിഷ്കില്ല, ഒരു വിഷയമില്ല. ഒരു ദിവസം ഇങ്ങനെ പോരുന്ന സമയത്തല്ലേ ഒരു വഴിക്ക് കരിമ്പ് വിൽക്കുന്ന കണ്ടപ്പോ CM വലിയുള്ള ഡ്രൈവറോട് വന്ന് കാർ അവിടെ നിർത്തുക, ഒരു കരിമ്പിന് വാങ്ങിക്കോർ. അപ്പൊ ആൾക്കാർ ഇപ്പൊ എന്താ കരിമ്പ് വാങ്ങണ മൂല്യന്മാര്? അതങ്ങനെ ദൂരയാത്ര ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ചിലപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ കൂടെ ദൂരം ഇങ്ങനെ പോകുമ്പോ അങ്ങാടിയിലൊന്നും വാങ്ങൂല, ഈ റോഡ് സൈഡ് ചിലപ്പോൾ നല്ല ഓറഞ്ചാന്ന് തോന്നുന്നുണ്ട് കാര്യം. അതിന്റെ അർത്ഥം ഒരു 2 കിലോ അങ്ങോട്ട് വാങ്ങണം. അങ്ങനെ ഒരു ചെന്നപ്പോ പറഞ്ഞു വേറെ ആവശ്യം നിർത്തിയതാണ്, 4 പൂവ നാടനാ തോന്നുന്നുണ്ടല്ലേ. അതിന്റെ അർത്ഥം സംസാരിക്കൽ ഇഷാറ കാഫിയെ വാങ്ങണം അതിന്റെ വായന. അത് ഈ ദൂരയാത്ര, നമ്മൾ ഈ കടണ്ടി നഗരത്തിൽ നിന്ന് ഇങ്ങനെ കാര്യത്തൊക്കെ പോയാൽ അവിടെ നിന്ന് തിരിയില്ല, കുറച്ച് ലോങ് പോകണം. ഇന്നിപ്പോ ഞാൻ പോകുന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ തങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടപ്പോൾ ഞാൻ പോകുന്നത്, അത് അള്ളാഹു വർക്കത്ത് കൊടുക്കട്ടെ. ചിലപ്പോൾ കൊല്ലത്തൊക്കെ പോയിട്ട് നേരെ ചെരുമൊക്കെ കണ്ടുണ്ട്. അള്ളാ, സമയം വൈകിയതുകൊണ്ട് ഓരും പറയാൻ വയ്യ, പക്ഷെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് പള്ളിയിലെ പാമ്പനും പറയാൻ വയ്യ, ഓരത്തിലുണ്ടാകരുത്. അപ്പൊ അവിടെയൊക്കെ അങ്ങനെ കുത്തുബന്ധമുള്ള പ്രസംഗമാതിരി ഇടച്ചലെന്തെങ്കിലൊക്കെ വാങ്ങി വെച്ചാൽ കിട്ടും. പിന്നെ സമാധാനം എവിടെ കിട്ടില്ല, നിങ്ങൾ ബറാത്തിന്റെ ആശയം നന്നായിട്ടുണ്ടാവൂല അങ്ങനെ കരുതല. കാരണം വേറെ രക്ഷയൊന്നുമില്ലല്ലോ. ഇരിക്കട്ടെ, ബഹുമാനവിടെ CM വലിയുള്ളാഹി റളിയല്ലാഹു അൻഹു കരിമ്പ് വാങ്ങാൻ പറയാൻ. കരിമ്പ് വാങ്ങുമ്പോ തന്നെ പീഡിയക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, വെട്ടണ്ടേന്ന്. ഇപ്പൊ മിഞ്ഞാന്ന് അരിക്കോന്ന് വാങ്ങിയപ്പോൾ എന്നോട് വെട്ടണ്ടേന്ന് വെച്ചു. ഞാൻ 2 വെട്ട് വെട്ടിയാൽ മതിയെന്ന് ഞാൻ ഞാൻ വേറെ ഉദ്ദേശിച്ച് വാങ്ങിയതാണ്. ഇവിടെ വെട്ടണ്ടേന്ന്. എത്ര കഷ്ണാക്കുണ്ടെന്ന് വെച്ചു. 13 കഷ്ണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ കാർന്ന് നോക്കുമ്പോ ആകെ 3-4 ആൾക്കാരുള്ളത്. 13 കഷ്ണം ഏതാവട്ടെ സീവനുള്ള വലുതന്നെ 13 കഷ്ണാക്കി അത് കവറിലാക്കിയിട്ട് അങ്ങനെ കെട്ടി വെക്കുക തന്നെ, തിന്നാടുക്കണമൊന്നുമില്ല. അപ്പൊ എന്തെപ്പതാവോ ഏതെല്ലാം ഇപ്പൊ ഇങ്ങനെ പോരുക. കുറെ ദൂരം ഇങ്ങനെ വന്നപ്പോൾ വാഹനങ്ങളെല്ലാം ലൈനായി നിർത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റോഡും വണ്ടി അല്ലാത്ത വണ്ടികളൊക്കെ ഉണ്ട്. മർക്കസമ്മേളനത്തിന് യുവസമാനത്തിനുണ്ട് നിർത്തല്. രാമനാട്ടുകരയൊക്കെ എത്തും ചിലപ്പോൾ ലൈനിങ്ങനെ നിറച്ചരിയും പഴക്കൊലയും ചേമ്പും ചേനയൊക്കെ ആയിട്ട് അവർക്കൊക്കെ അല്ലമാൻ പ്രതിഫലം കൊടുക്കട്ടെ. അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. CM വലിയുള്ളാന്റെ ഡ്രൈവറോട് പറഞ്ഞു ഈ വണ്ടി വിടുക. അങ്ങനെ വണ്ടി ഇങ്ങനെ പോരാണ്. അവ ലോറിക്കാരൊക്കെ വിളിച്ചിട്ടാണ് പോണ്ട. ചില ആൾക്കാർ പറഞ്ഞു അതിന്റെ തകരാറുണ്ട്, മൂല്യന്മാര് വണ്ടി വിട്ടവന് അങ്ങനെ ഉണ്ടല്ലോ. ഏതായത് ഇവൻ ആകെ 6 മാസം കൊണ്ട് സ്കൂളിൽ പോയി കാണാനൊക്കെ ലൈസൻസ് എടുത്തു. ഓനൊരു കുഴപ്പമില്ല. നമ്മൾ 18 കൊല്ലണ്ടല്ലോ ഈ കൂടെ വണ്ടി വിട്ട ഡ്രൈവർ ഇതിൽ കൂടെ ഓടി തലക്കെട്ടിട്ട് ഇപ്പൊ പിന്നെ കുറെയൊക്കെ മാറിയിരിക്കണ്. കാരണം ഇപ്പൊ നാളെ ആരോ പറഞ്ഞു നല്ല വണ്ടി കാണണമെങ്കിൽ മുഷാവർ അടക്കണമെന്ന് കോഴിക്കോട് പോകണമെന്നാണ്. അതായത് ഉസ്താദന്മാരൊക്കെ വരുന്ന യുദ്ധത്തുള്ള വണ്ടി റസൂലുള്ള ബുറാക്ക് പോയി കാണിച്ചു തന്നാണല്ലോ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ രീതിയിൽ ഇങ്ങനെ മൂല്യേരേന്ന് വിളി വരുന്നുണ്ട്. അതായത് ലോറിയിൽ നിന്ന് വിളിച്ചൊരു ആന ഇറങ്ങിക്കണ റോട്ടില് വണ്ടി കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. അതിപ്പോ രാത്രി പരിപാടി കഴിഞ്ഞു ഞങ്ങൾക്കൊക്കെ അത് അറിയാം, കാരണം സ്ഥിരം കാഴ്ചയാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് പോരുമ്പോൾ മൈസൂരിൽ 2 കാടും അടച്ചിരുന്നു, തൊപ്പക്കാടടക്കം. ഒരു ഭാഗത്തുകൂടെ കുട്ട വഴി പോന്നാൽ മാത്രമേ ഇപ്പൊ രാത്രി കാട്ടുകൂടെ പോരാൻ കഴിയുള്ളൂ. ഈ റമദാന് പോന്നപ്പോൾ ഉണ്ടായത് തന്നെയാണ് റോഡ് ബ്ലോക്ക്. മന്യന്മാരെ കൊണ്ടല്ല, മാനുകളെ കൊണ്ട് മൊത്തം കുറെ പോകുമ്പോൾ കാടിങ്ങനെ ആളുകൾ അവന്റെ കാറ്റികൾ നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുകയാണ്. അങ്ങനെ അത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ആ മൃഗങ്ങൾക്ക് വല്ലതും പറ്റുമോന്ന് പേടിച്ചിട്ട് ഇപ്പൊ ഗവൺമെന്റ് കാടടച്ചിരിക്കുക. നമ്മളെ സംരക്ഷിക്കാനല്ല, മനുഷ്യന്മാരെക്കാളൊക്കെ വിലപ്പ നാക്കാലിയേക്കാണ്. അത് തിരിയുന്നുണ്ടല്ലോ. പേപ്പട്ടി മനുഷ്യനെ കടിച്ച് മരിച്ചാലും പേപ്പട്ടിനെ കൊല്ലാൻ പാടില്ല. അറിയിച്ചോക്കാ നിങ്ങൾ. ഇത് മനുഷ്യന്മാരെ സംരക്ഷിക്കാനല്ല, നാക്കാലികളെ സംരക്ഷിക്കാൻ. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. CM വലിയുള്ളാന്റെ വണ്ടി വിളിച്ചിട്ടോ നിർത്തി ആന ഇറങ്ങിക്കുന്ന റോട്ടില്. CM വലിയുള്ള പറഞ്ഞു വണ്ടി വിടുക. അപ്പൊ ഡ്രൈവർക്ക് CM വലിയുള്ളാനെ പരിചയമുണ്ടല്ലോ, ധൈര്യമായിട്ട് വിട്ടൂടെ. കാരണം 1-2 പ്രാവശ്യം അനുഭവിച്ചാൽ പിന്നെ കൂട്ടര് അന്താരാഷ്ട്ര നേതാവ് വന്നിട്ടും കാര്യമില്ല. ഇത് എനിക്ക് അനുഭവമാണ്, വണ്ടി പോകൂലേ. ഇപ്പൊ 2 ആഴ്ച മുമ്പ്
എന്റെ തലശ്ശേരിയിലൊരു പഴയ സുഹൃത്തുണ്ട്, കടവത്തൂർ അബൂബക്കർ സഖാഫി, ഷാർജയിലെ കച്ചവടക്കാരനാണ്, വില്യാപുരിസ്ഥാന്റെ പുതിയാപ്പള. അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചു, അള്ളാഹു മാഫറത്ത് കൊടുക്കട്ടെ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് അറിഞ്ഞ്. അപ്പൊ ഞാൻ എന്റെ പഴയ ആ സമാനില് എന്റെ കൂടെ വർക്കത്ത് പഠിച്ച എല്ലാവർക്കും ഒന്ന് വിളിച്ച് നമ്മൾ ഒന്ന് പഴമ പുതുക്കാനും കൂടിയും പറ്റും. വാപ്പ മരിച്ചാൽ അത് വേറെ പോരാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടത്താണി സമതാജി അടക്കള ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോയി നിന്ന് ഉള്ളിന്റെ ഉള്ളിലാണ് പോരാ. ഡ്രൈവർ അപ്പളാ പറഞ്ഞു, ഇതേ വണ്ടിയിൽ എണ്ണ കഴിയാനായിക്കണം, ഇനി പോയാൽ കൊടുങ്ങുന്നു. നാദാപുരം സൈഡിലാണ്, അവിടെ വൈകുന്നേരമായാൽ പിന്നെ പമ്പും തുറക്കൂല. യാ റബ്ബേ, പിന്നെ എങ്ങനെ കുണ്ടൂരിസ്ഥാൻ അടക്കള വലിയ പാത്തിയോതി ഇങ്ങനെ പോരാണ്. അപ്പൊ സമതാജി പറഞ്ഞു, വണ്ടിയിലുള്ള ഇപ്പൊ കുണ്ടൂരിസ്ഥാനാണെങ്കിൽ ഞാൻ ഉഗാണ്ടിക്കും വിടുന്നു പറഞ്ഞു. എന്തേ ആ കുണ്ടൂരിസ്ഥാനെ തെരഞ്ഞേറ്റി കൊടുക്കുമാറാകട്ടെ. കുണ്ടൂരിസ്ഥാൻ ഹയാത്തുള്ള കാലത്ത് 1800 കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. മർക്കസ് പോകാൻ വരാൻ പറഞ്ഞതാ. അപ്പൊ എണ്ണ പച്ച കഴിഞ്ഞ് ഇനി പമ്പുക്കാർ പോകുമ്പോഴേക്ക് ഉസ്താദ് കാത്തുക്കല്ല, നേരം പോകും. അതുകൊണ്ട് തേൽക്കാർപ്പ് ഇന്ന് ഞാൻ വന്ന വരവ് തങ്ങൾ ഇങ്ങനെ കാത്തുക, നമ്മളെ ആരും നിസ്കരിക്കാൻ എത്രയും വിചാരിച്ചാൽ. അപ്പൊ സ്വാതന്ത്ര്യത്തിനായതുകൊണ്ട് എല്ലാ നീർക്കോൽക്കും പടം പിരിഞ്ഞിക്കണ്, സകല തവളക്കും പല്ലും മേടിച്ചു ഒക്കെ കൊടിയിട്ട് ഇറങ്ങി തോട്ടിൽ ഇങ്ങനെ അതിൽ ബ്ലോക്ക് കൊടുക്കി പോയതാണ്. ഇല്ലെങ്കിൽ മാരും നിസ്കരിച്ചുകൊണ്ട് തുടങ്ങേണ്ട പ്രസംഗമാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ രീതിയിൽ അന്ന് നോക്കുമ്പോ കുണ്ടൂർ ഉസ്താദ് വന്ന ഇവിടെ അബൂബക്കറാജിനെ അവർക്ക് ഒന്ന് വണ്ടി വിടുകയാണ്. പടച്ചോൻ ഉസ്താദിൽ എണ്ണല്ല, ഇജ്ജ് വിട് അറിഞ്ഞു. അവിടെ ഈ ഇട്ടൽ കൂടെ അങ്ങനെ പോയാൽ ആ ഖദീജാന്റെ അവിടെ ഒന്ന് ദ്വാരന്ന് പോകുക നമ്മളുകയാണ്. അതറിയില്ല. ഇവിടെ നമ്മൾ ഒരു ചായ കുടിക്കാൻ ചെല്ലാൻ പറയണം, ഇങ്ങോട്ട് പോകാൻ മോശമല്ലേ വെണ്ണുസ്താക്കിനാണോ സമതാജി പറന്റെ നെഞ്ഞിങ്ങനെ അടിച്ചാ. കാരണം എണ്ണെല്ലാം എന്നിട്ട് ഈ ഊടുവഴി കൂടെ ഒക്കെ കൊണ്ടുവരാൻ. അന്നാണെങ്കിൽ ഇപ്പൊ പറയും പരപ്പനടി ആ ഭാഗത്തേതുള്ളൂ, അന്ന് ആ പമ്പുമില്ല. വിട്ടൂടെ കൊണ്ടുവരുത്താൻ അങ്ങനെ വിട്ട് അവസാനം ഫറോക്കിലെത്തിയുടെ പമ്പിലെത്തിയിട്ട വണ്ടി ഇരുന്നത്. നിങ്ങൾ ഇത് കുണ്ടൂരുസ്ഥാന്റെ കറാമത്താല ഇത് അനുഭവിച്ച ആൾക്കാർക്ക് പ്രശ്നമല്ല. നമ്മൾ വെറുതല്ലോ ആ കുണ്ടൂർസ്ഥാതും ബഹുമാനപ്പെട്ട വടകര സമുദായത്തും സി എം വലുവിലൊക്കെ നിന്നോർത്ത് നിൽക്കണ എന്തിനാ? വേറെന്തെങ്കിലും പത്രാസും പൗറും കണ്ടിട്ടല്ല. ഈ കറാമത്തുള്ള മഹാന്മാരാണ്. ഇത് അള്ള പൊരുത്തപ്പെട്ടതിന്റെ തെളിവാ. അവരെ കൂടെ അങ്ങനെ നിന്നിട്ട് പഠിച്ചവനെ നാളെ സ്വർഗത്തിലെത്തുമ്പോ അവരെ ചെരുപ്പ് എടുത്തിട്ടെങ്കിലും അവർ കടക്കണ സ്വർഗത്തിന് മൂലക്കലെങ്കിലും എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനായിരിക്കണം എസ്എസ്എഫിന്റെ കൊടി പിടിക്കണം, അതിനാകണം എസ്എസിന്റെ മെമ്പർഷിപ്പ് എടുക്കണം, അതിനാകണം എസ്എമ്മിന്റെ പരിപാടിക്ക് പോകണം, അതിനാകണം നമ്മൾ എല്ലാ സുന്നത്തമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്നത്. അല്ലാഹു ഇഖ്ലാസുള്ള പ്രവർത്തനത്തിന് തൗഫീഖ് തരട്ടെ. അങ്ങനത്തോലെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സദസ്സുകൾ വരണം. തങ്ങന്മാരും ആലിമീങ്ങളും നേതാക്കന്മാരും. എന്നിട്ട് അവരെ കൂടെ ആത്മീയ കൂട്ടായ്മ അരശിന്റെ തണലിങ്ങനെ കൂട്ടൽ കിട്ടെടുക്കുമ്പോൾ പതുക്കെ അവിടെ ചെന്ന് നിന്നിട്ട് ഞാനും മെമ്പർഷിപ്പ് എടുത്തിരുന്നു, എന്നാ തണൽ എനിക്കും. നോക്കി നിങ്ങൾ ഇതിന്റെ വില അവിടെ എത്തുമ്പോഴാ തിരിയാ. ഇരിക്കട്ടെ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ കറാമത്താ ഞാൻ പറഞ്ഞത്. സി എം വലുള്ളാൻ അനുഭവം ഇങ്ങനെ തന്നെ ഡ്രൈവർക്കുണ്ട്. വണ്ടി അങ്ങനെ വിട്ടു, ആളുകൾ തലയിൽ ഇങ്ങനെ കയ്യേക്കാൻ തുടങ്ങി. റബ്ബേ, ആനക്കൂട്ടത്തിന്റെ തൊള്ളിക്കാണാ മൂല്യമാര് പോണതല്ലോ. നിങ്ങൾ അത് ചിലപ്പണ്ടി ചെക്കിങ്, പോലീസ് ചെക്കിങ്, ആ ചെക്കിങ് ഉണ്ട് എന്ന് കണ്ടാക്കാണ് ഒരുപാട്. അങ്ങനെ മനസ്സിലാക്കും. ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പം ഒരുപാട് ബൈക്ക് വളവിലിങ്ങനെ ഒന്നുകിൽ എസ്എസ്എഫിന്റെ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ ഉറപ്പിക്കും. കാരണോ ഈ പോലീസിന് സിഗ്നൽ കൊടുത്തിട്ട് ഇങ്ങനെ ബൈക്ക് നിർത്തിയതാണ്. പോലീസുകാർ സാധുക്കൾ അവിടെ ഇങ്ങനെ ഇരിക്കാന്നുള്ളതല്ലാതെ ഈ രീതിയിൽ സംഗതി ആരെ കൂട്ടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ എല്ലാവരും തലയെ കയ്യച്ചുക്കുമ്പം മൂല്യമാര് കാണാതെ പോകണം. എന്തേ തലീകെട്ടേണ്ട പോലീസുകാർക്കും തന്നെ കുറച്ച്, അതിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ആ വെയിറ്റ് തന്നെയാണ്. അതിപ്പോ NDF വന്നതിന് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ പോകണ്ടോ സംശയം, അത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഏതായിരുന്നാലും സി എം വാരൂരിലും കൂട്ടരും പോകുക. ചെന്ന് നോക്കുമ്പോൾ വാ അജബാ, റോഡ് നിറയെ ആനകളാണ്. സി എം വരുന്നവരു നേരെ കാർ നിങ്ങട്ട് ഇറങ്ങി. എവിടെ? കരിമ്പിങ്ങട്. ആ കരിമ്പിന്റെ കീസുമായിട്ട് ബഹുമാനപ്പെട്ട സി എം വരൂരിൽ അങ്ങനെ ചെന്നപ്പോ ആനക്കൂട്ടങ്ങൾക്ക് അച്ചടക്കത്തോടുകൂടെ ബല്യുസ്താദ് വരുമ്പം മുസാലിമീങ്ങളെ വരുന്ന വാരി ആനങ്ങനെ. നിങ്ങൾ ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് ചിലപ്പോൾ ഭ്രാന്തുണ്ട്. ഞാൻ ഈ രാത്രി വേലിങ്ങനെ കഴിഞ്ഞു പോകുമ്പോ
ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ കണ്ട പോകും. ഇതിനറിയ നിങ്ങൾ 1 മണി 1:30 അൽഫലാക്കൾ കയറി ചെല്ലുമ്പം അപ്പോഴും കിതാബ് ഓതുന്ന മുത്താലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഓൽക്കഥ ഓരിച്ചു കൊടുക്കുക. അത് വല്ലാത്ത രസാണ്, കുട്ടിയൊക്കെ അതിലേറെ രസാണ്. പിറ്റേന്ന് പിന്നെ കുട്ടികൾ ഇന്നലെ ഉസ്താദ് വന്നപ്പോൾ അത് കൊടുന്നിരുന്നല്ലോ, ചില കുട്ടികൾ ഉറക്കിച്ചു അന്ന് കൊണ്ടുപോകില്ല ഉണ്ടല്ലോ. അതുപോലെ തന്നെ ചിലപ്പോൾ വിക്കാൾക്കൊക്കെ വരും. അത് വരുമ്പോൾ ചിലപ്പോൾ ഒരു ചോറിന്റെ കേസ് കിട്ടും. നമ്മൾ കഴിച്ചിട്ടാണല്ലോ പോവുക, നമുക്ക് ചിലപ്പോൾ അത് കൊളസ്ട്രോൾ കൊണ്ട് പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ ചെന്നിട്ട് ആ 4 കീസ് വെച്ചും ചെന്നിറങ്ങി ഒരു 16 കുട്ടിയൊക്കെ ഓരോ കോരിങ്ങനെ കൊടുക്കുമ്പോൾ അല്ലാ അതിന്റെ രസം നോക്കിക്കോളുങ്ങൾ. ഇത് ഉസ്താദമാരെ താപജ്യം കൂടിയും കൂട്ടിക്കോളിങ്ങൾ. ഞാൻ പറയണത് ഈ കരിമ്പോയിട്ടാണ് ചെന്നിറങ്ങിയപ്പോ ആനക്കൂട്ടത്തിൽ നിന്ന് ആനങ്ങനെ വരുന്നു. ചീരണി കൊടുക്കുന്നത് പോലെ ഒരു കരിമ്പ് ആന അച്ചടക്കത്തോടെ കോണിപ്പടി കയറി മുത്താലി ഓളിക്കുവാണോ ആനങ്ങനെ കാട്ടുകണി കയറി പോകാണ്. രണ്ടാമത്തെ ആന വന്നു, ആനയ്ക്ക് വെച്ചു കൊടുത്തു, ആന കയറിപ്പോയി. 13 ആനകൾ വന്നു, 13 കരിമ്പും കഷ്ണങ്ങൾ കൊടുത്തു. ആന ബാക്കിയില്ല, കരിമ്പും ബാക്കിയില്ല. ആളുകൾ അന്തം വിട്ട് നോക്കുക. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, ഈ കാട്ടുപ്രദേശത്ത് റോട്ടിലിങ്ങനെ ആനകൾ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കരിമ്പ് വാങ്ങണമെന്ന് ആരാണ് CM വലുള്ളാക്ക് വിവരം കൊടുത്തത്? പോകട്ടെ, ഇറങ്ങിയ ആനകൾ 13 എണ്ണമാണ് എന്നും അതുകൊണ്ട് 13 കഷ്ണം കരിമ്പ് വേണമെന്നും ആരാണ് കൂട്ടരെ വിവരം കൊടുത്തത്? അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവർ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാലാ യറാഹുൻ നാദിറൂന വഅജ്നിഗത്തുൻ തതീറു ബിഗൈരി റീശി ഇലാ മലകൂതി റബ്ബൽ ആലമീന. നമ്മൾ കാണുന്ന പുറക്കണ്ണിന്റെ ലെൻസ് കൊണ്ടാണ്, അവർ അകക്കണ്ണിന്റെ ഉൾക്കാഴ്ച കൊണ്ടാണ്. ഉള്ളിലൊരു കണ്ണുണ്ട്, അകക്കണ്ണ് കൊണ്ടങ്ങ് നോക്കുമ്പോ എല്ലതും തുറന്നങ്ങ് കാണുന്നു. അങ്ങനെ കാണുമ്പോഴോ ഉറക്കത്തിൽ പോലും അവർ ഒന്ന് നമ്മെ തർബിയത്ത് ചെയ്യുന്നു. സമയമുണ്ടോ എന്നെനിക്കറിയില്ല. എന്റെ ചെറുപ്പക്കാരെ മോട്ടിവേഷന് വേണ്ടി ഞാൻ പറയട്ടെ, മർഹൂം വി.കെ. ഹസൻ മുസ്ലിയാർ അല്ലാഹുവർത്ത ദർജ ഉയർത്തട്ടെ. അവിടുന്ന് കാണിച്ച സുന്നത്ത് ജമാഅത്തിന്റെ കടുകട്ടിയുള്ള ശൈലി, വിദഗ്ധക്കാരോട് സന്ധിയാകാത്ത ആ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ നമുക്കല്ല ഭാഗ്യം തരട്ടെ. ആ മഹാനവറുകളുടെ ഉറൂസിന്റെ മാസം കൂടിയാണിത്. യാദൃശ്യമായിട്ട് കടന്നു വന്നതാണ്, പക്ഷെ അവർ തമ്മിലുള്ള മനപ്പൊരുത്തമായിരിക്കാം. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോയ ചാൻസിൽ വഹാബികൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഉണ്ടോ വാദപ്രതിവാദത്തിനുണ്ടോ? ഇപ്പം മുജാഹിദീങ്ങൾ വെല്ലുവിളിക്കൂല. ഇപ്പം ഉണ്ടോന്ന് ചോദിക്കണ്ട, ഓന്ന് ചോദിച്ചാൽ മതി. ഞാൻ അപ്പാണ് കുഴങ്ങും. അതെന്തായിരുന്നാലും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഉണ്ടാക്കി തീർത്ത് ഇസ്സത്താ, അള്ളാഹ് കബൂലാക്കട്ടെ. അന്ന് അങ്ങനെയല്ല, ഉണ്ടോ വെച്ചിങ്ങനെ മൂക്കുമ്പോ തോണ്ടി വരില്ല. അസമുജാർ പോയി എന്ന് കേട്ടപ്പോൾ വഹാബികൾ വെല്ലുവിളിച്ചു. സമസ്ത മീറ്റിംഗ് കൂടി. ഇ.കെ. ഉസ്താദുണ്ട്, കണ്യത്ത് ഉസ്താദുണ്ട്, കൂറ്റനാട് ഉസ്താദുണ്ട്, കെ ഉസ്താദുണ്ട്, അതുപോലെ തന്നെ കൊയ്യോട് ഉസ്താദുണ്ട്. എല്ലാവരും മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചു. സ്വീകരിക്കാൻ ഞാൻ മോശമല്ലേ, അസംബ്ലിയിൽ വരുന്നവരെ കാത്തുക്കാനും പറ്റൂല. വാദപ്ര വെല്ലുവിളി സ്വീകരിക്കുക. ആരാ പോകാന്ന് വെച്ചു. അപ്പൊ സംശയം ഈ കാര്യം അത് AP പോകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ AP ഉസ്താദിന് ഒരു പ്രത്യേകമായ തോഫീക്കലുണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷേ പരസ്യമായ സംവാദത്തിന് ആദ്യമായിട്ടാണ് ആ രൂപത്തിൽ ഒറ്റ ഉസ്താദ് വരുന്നത്. പക്ഷെ സമസ്തയിലെ എല്ലാ നേതാക്കളും കണ്യത്ത് ഉസ്താദ് അടക്കം ഉള്ളാത്ത പാപ്പ അടക്കം പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ആയിക്കോട്ടെ. പക്ഷെ അത് ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ AP ഉസ്താദിന്റെ ധൈര്യം കാര്യങ്ങൾ CM വലുള്ളാഹി റളിയല്ലാഹുവിന്റെ അടുത്തൊന്ന് ചെല്ലണം, ഒന്ന് മന്ത്രിച്ചൂതിയിട്ട് പോണം, എന്നാ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ റാഹത്താകൂന്ന. അതിപ്പോ ഈ സാധാരണ വേദന ആയതുകൊണ്ടാണ് വിളിച്ചപ്പം ഇങ്ങോട്ട് വന്നത്. വാദപ്രതിവാദത്തിനോ ഗണ്ണരത്തിനോ അല്ലെങ്കിൽ വ്യവസ്ഥ കേൾക്കാനാണെങ്കിൽ ഞങ്ങളെപ്പോലത്തോരൊക്കെ ഉസ്താദമാരെടുത്തുപോയിട്ട് മന്ത്രിച്ചൂതി ഉപദേശം തേടി മറ്റു ഉസ്താദമാരെ കബറമ്പുറത്ത് പോയി, എന്നിട്ട് പിന്നെ എല്ലാവരും രാത്രി അവിടെ ക്യാമ്പ് ചെയ്ത് അന്ന് സുബേഷ്കച്ച് ഉടനെ വേറൊരു ഉസ്താദിന്റെ അല്ലെങ്കിൽ ആരുടെയൊക്കെ ശരിപ്പിച്ച നേതൃത്വത്തിൽ അസ്മാൽ ബദറൊക്കെ ചെല്ലി മട്ടം പോലെ ചെല്ലിയിട്ട് ഇങ്ങനത്തെ ക്ലാസ്സിക്ക് പോകുന്നുള്ളൂ.
അത് എല്ലാ സംഭവത്തും ഇപ്പൊ ഞാൻ പങ്കെടുക്കൽ തുടങ്ങിയ ശേഷം ഇടമുട്ട തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഏറ്റവും ഉസ്താദ് CM എഴുതാനത്ത് പോകാൻ തീരുമാനിച്ചു. പക്ഷെ അന്ന് CM എഴുതാൻ അങ്ങനെ അടങ്ങിക്കണ കാലമല്ല. കുറച്ച് ദിവസം അവിടെ കുറച്ച് ഒരു പിടുത്തം കിട്ടാതെ ഇങ്ങനെ നടക്കണ കാലമാണ്. ഹാനായിട്ട് നടക്കണ കാലമാണ്. ഫോണൊന്ന് മൊബൈലില്ലല്ലോ. മൊബൈൽ ഇപ്പൊ അടുത്താണ് വ്യാപകൻ. ഇപ്പൊ അടുത്ത് ഞാൻ തുടക്കത്തിൽ മൊബൈലില്ല, വന്നപ്പോ പിന്നെ വ്യാപകമായിട്ടതാണ്. ഏതോ ആകട്ടെ ആരോപണം CM ഉണ്ട്, എപ്പിസ്ത പോയി ഇവിടുന്ന് ഇന്നലെ പോയിക്കുന്നത് വേറെ സ്ഥലത്ത് ബസ് കയറി ചെന്നു, ഇല്ലല്ലോ CM എപ്പോൾ ഇവിടുന്ന് വിട്ടുകാർ. അങ്ങനെ 5-6 സ്ഥലത്ത് പോയി കണ്ടില്ല. അപ്പോഴേക്ക് സംവാദത്തിന് ദിവസമായി. കിതാബ് നോക്കണ്ടേ, പഠിച്ചോനെ ഇന്നിന്റെ താപ്പ കാട്ടുക. ഏതാനും CM എഴുതാനെ കാണണമെന്ന് കൊതിച്ചു, കുറെ സ്ഥലത്ത് നടന്നു, ലഭിച്ചില്ല. ഇനി ഏതായിരുന്നാലും ധൈര്യമായി പോകാം. സുന്നത്ത് ജമാഅത്ത് ഹക്ക് നമ്മളെ കയ്യിലുണ്ട്, അല്ലാഹു പരാജയപ്പെടുത്തൂല. ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ നേരെ പാലക്കാട്ടേക്ക് വണ്ടി കയറി. അവിടെ സംവാദത്തിന് ദിവസമെത്തിയപ്പോ ഖാജാ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഞ്ഞക്കുളത്ത മഖബറയിൽ കയറിയിട്ട് സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വരികയാണ്. അദ്റമാൻ കായി എന്ന് പറഞ്ഞ ആള്. ആര്? നരിക്കിനി. അസ്സലാമു അലൈക്കും. AP ഒക്കെ മുസ്ലിമല്ലേ കാന്തപുരം? അതെ, ഞാൻ നരിക്കിനിക്കാരൻ അദ്റമാൻ. ഇന്ന CM പറഞ്ഞയച്ചതാ, നിങ്ങളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് വാദപ്രതിവാദം നടത്താനും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ്, ഇതാണ് ബന്ധം. ഇതാ കൽബിയായ ബന്ധം. ആരും പറഞ്ഞിട്ടില്ല, മനസ്സിൽ കരുതിയിട്ടുള്ളൂ. അറിയും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. ഉള്ളിലുള്ളത് ഇങ്ങോട്ട് അറിയാം. അതൊക്കെ ഉണ്ടാകണതാ മുരിയാരെ, അതൊക്കെ ശിർക്കും വിധത്തും. പിന്നെ പഠിച്ചോന്റെ അവിടെ പ്രത്യേകത ഉണ്ടാകുക. കൂട്ടുകാർ എയർപോർട്ട് കൂടെ പോകാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ നീട്ടല്ല, സിറാജ് പത്രത്തിൽ ന്യൂസ് വായിച്ചത് നിങ്ങൾ. കരിപ്പൂർ എയർപോർട്ടിൽ 20 ലക്ഷത്തിന് സ്വർണം പിടിച്ചു പോവാ. 20 ലക്ഷത്തിന് സ്വർണ്ണമൊന്നും സംഭവമല്ല. ആ സ്വർണം കൊണ്ടുവന്ന പ്ലേസ് ഉണ്ടല്ലോ, ആ സ്ഥലം, അതാ സംഭവം. ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിറങ്ങിയപ്പോ ഉദ്യോഗസ്ഥന്മാർ ബുദ്ധി ശുദ്ധിയും പ്രായപൂർത്തി ഒക്കെ ഉള്ള കാക്കിട്ട് ഉദ്യോഗസ്ഥന്മാർ കോയിഹേന്ന് വെച്ച്, കോയിണ്ടോന്നല്ല വല്ലതുണ്ടോ വെട്ടിയിരുന്ന് വെച്ച്, ഒന്നുമില്ല ബിസ്ക്കറ്റ് ഇല്ല, നോക്കട്ടെ തെരഞ്ഞു നോക്കി, ഒന്നുമില്ല, നിങ്ങൾ പോയി കൊളിയാണ്. ഞങ്ങൾക്ക് തീർപ്പതിയായി കഴിച്ചിലായല്ലോ വിചാരിച്ചിട്ട് ഇയാൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെ മറ്റേ കുന്ത്രാണ്ടം, ഏത് ഈ പണ്ട് ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞ മാതിരി അൽ മൗതു ബാബുൻ വകുല്ലുന്നാസി ദാഖിലുഹു, ഈ മരണമാതന കവാടത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് മരണത്തിൽ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ ഏത് കോല എയർപോർട്ട് കയറിയാലും ഈ മെറ്റലിറ്റക്കാണ് വാതിൽ കൂടി അല്ലാതെ ഉള്ളിൽ പുറത്ത് കയറാൻ പറ്റൂല. ഈ ഉദ്യോഗസ്ഥന്മാര് വിട്ടു, ഈ വാതിന്റെ ഉള്ളിൽ കൂടെ ബെല്ലടിച്ചു. അത് ബെല്ലടിച്ചാൽ അതിന്റെ അർത്ഥം എന്തോ കള്ളത്തൊരിക്കത്ത് ഒരിടത്തുണ്ട്, പുറത്ത് കാണില്ല. ഉദ്യോഗസ്ഥന്മാര് പിന്നെയും വരികയാണ്. എടുത്ത് എന്തോ ഉണ്ട്, എന്റെ അടുത്തില്ല, ഉണ്ടില്ല. അപ്പൊ എന്നാ ചെക്ക് ചെയ്ത് വിളിയാണ്. ചെക്ക് ചെയ്ത് എവിടെയും കാണാനല്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് ഓർമ്മ എന്തെപ്പത് ഇങ്ങനെ പേച്ചോ എന്നാ പോയിക്കൊള്ളിയാണ്. പേച്ചതേക്കും ചെയ്യാൻ. രണ്ടാമത് പോയപ്പോൾ ശേഖ വിട്ടാലും മുരീത് വിടൂല, ബല് വിട്ടാലും കഴിച്ച് വിടൂല, പിന്നെയും ബെല്ലടിച്ചു. അപ്പൊ പറഞ്ഞു സംഗതി ഞങ്ങൾ ചെയ്യും അത് മുരീത, പക്ഷെ കൊടുത്ത 10 വെക്കാതെ വരെ മാറ്റേണ്ടി വന്നിട്ടില്ല, അത് ഉറപ്പാ. അതുകൊണ്ട് എൻ്റെ അടുത്തുണ്ട് എന്ന് ഉറപ്പ് അങ്ങോട്ട് എടുത്തളാം. പിന്നെ ഞാൻ തൗലിയാക്കന്മാര് പറഞ്ഞ പിന്നെ അതിന്റെ അപ്പുറമില്ലല്ലോ. എൻ്റെ അടുത്തുണ്ട് ഹാസിമ വെൽത്തത്തിന്റെ കത്തുവർത്ത പെണ്ണിനോട് പറഞ്ഞ ഇങ്ങോട്ട് എടുത്തളാറില്ലേ, എന്നാ അത് ഇങ്ങോട്ട് എടുത്തളാർ. മൂത്തക്ക് ദയനീയ നോട്ടം. പണ്ട് കൊട്ടപ്പുറത്തുനിന്ന് AP ചോദിച്ചപ്പോ AP കഥമോടി നോക്കിയില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാലോ അർത്ഥത്തിൽ എന്നൊരു നോട്ടം ഇങ്ങനെ ഉണ്ട്. സാധനം എവിടെ? ബാത്റൂം പോണമെന്ന്. അതുകൊണ്ടൊന്നും വിടൂല. ഇയാളെ മനസ്സിലാക്കി പേടിച്ചിട്ട് നമ്മൾക്ക് ആദ്യമായിട്ട് ദർസ് ചെല്ലുമ്പോൾ ഫസ്റ്റ് സമാജത്തിൽ നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചുമ്പോൾ ഒരു ബക്കറ്റ് ഇട്ട് പൂക്കി നമുക്ക് ഒരടുങ്ങേറിന്റെ വെക്ക് ഇങ്ങനെ എന്നതുപോലെ വിചാരിച്ച് അപ്പ പറഞ്ഞു അല്ലല്ല സാധനം കിട്ടണമെങ്കിൽ ബാത്റൂം പോണം. യാ റബ്ബേ, പോയി നോക്കുമ്പോ 20 ലക്ഷത്തിന് ബിസ്ക്കറ്റ്. എവിടെ വെച്ചാൽ നിങ്ങൾ ഒന്നും മുറിയുന്ന സ്ഥലത്ത്. അപ്പോഴല്ലേ ആസനത്തിന്റെ ഒക്കെ വില തിരിഞ്ഞത്. ചില്ലറേ 20 ലക്ഷത്തിന്റെ സ്വർണം. അവ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എഡ്യൂക്കേറ്റഡായ ഈ മനുഷ്യൻ നോക്കിയിട്ടത് കണ്ടില്ല.
അതേസമയം പാച്ചിക്കുന്ന മെഷീനോ പക്കാ സുന്നിയാണ്. ആ സുന്നിയതാ ഓതുകയാണ് മാല മുയ്തീമാല. ഉപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ ഉള്ളാകം എന്നോവർ. ഞാൻ ചോദിക്കാം, അല്ലാത്തവർക്കൊന്നും ഉള്ളിത്തത് അറിയില്ല, അവലേക്കന്മാർക്കും അറിയില്ല, തങ്ങന്മാർക്കും അറിയില്ല, മൂല്യമാർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ചങ്ങായി ഇതൊക്കെ എയർപോർട്ടിൽ പോകാൻ കഴിയും എനിക്ക്? അനക്കൊക്കെ നേരെ പോയിക്കാണ്ട് ഒരു പേക്കറ്റ് മൂട്ടപ്പൊടി വരച്ചിട്ട് ആഹർത്തിക്കാണ്ട് പോകുകയെന്നല്ലേ. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരപ്പം മുജാഹിദാൻ കിട്ടൂല. നിങ്ങൾ പത്രം വായിച്ചോ ജമാഅത്ത് സമീയാവൂല. അതാണ് സുന്നത്തമാൽ കണ്ടുകൾ എല്ലാ കുത്തുബീയത്തിനും ആള് കൂടുകയാണ് ഇപ്പം. എല്ലാ ദിക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞ തങ്ങൾ പാപ്പാര പരിപാടിക്കൊക്കെ റബ്ബേ ഞാൻ വലിയ ബസ്സിലാണ് പോയത്. ഞാൻ ചെറിയ കാറൊന്നും കൊണ്ടുപോയാൽ മതി ഒരു വെച്ച്. കാരണം എന്റെ സ്ഥാപനത്തിൽ 90 കുട്ടികളുണ്ടേ. അപ്പൊ ആ കുട്ടികളൊക്കെ പാടിയിട്ട് പോയതാ. ചെന്നപ്പോ അവിടെ ഉള്ളിക്ക് പോകില്ല, പിന്നെ നടക്കുക തന്നെ ഒരു ചീഞ്ഞ ചെന്ന് നോക്കുമ്പോ യാ റബ്ബേ വണ്ടി കാറിൽ വന്ന നേതാക്കന്മാരെത്തുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേജ് പറ്റി. അത്രയും തിരക്ക്. 200 ആടുകളെയാണ് അവിടെ അർത്ഥം. അല്ലാഹ് കബൂലാകട്ടെ. ഇപ്പൊ 200 ആട് അറക്കണമെങ്കിൽ 5 പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. അതൊക്കെ നേർച്ചയാക്കിയിട്ട് വന്നതാ. അല്ല ഇനിയും ആ സാഹചര്യത്തിന് ഫലം കൊടുക്കുമാറാകട്ടെ. അതൊക്കെ ഒന്ന് ക്ലിപ്പാക്കിയിട്ട് വഹാബിയത്തിന് ഇട്ട് കൊടുക്കണം, ബോധാട് കൊടുക്കും. 200 ആടുകൾ നേർച്ച. അതിൽ മുസ്ലിങ്ങളുണ്ട്. രസം അവരടക്കം നേർച്ചയാക്കിയല്ലേ ഫലം കണ്ടിട്ട്. കുറച്ചൊക്കെ പത്രം വായിക്കുമ്പോ തിരി ഇതൊക്കെ ലോകത്തുള്ളതാണ്. ഇതേപോലെ ശിർക്ക് കിർക്കാണ്, അനക്ക് കിർക്ക് എന്ന് പറയാതുള്ളതല്ലാതെ യാതൊരു രക്ഷയില്ല. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനോട് ഇയാൾ വന്ന് പറയുന്നു അസ്സലാമു അലൈക്കും സലാം പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ട് വാദപ്രതിവാദം നടത്താനും പറഞ്ഞിട്ടുണ്ട്. എ.പി. ഉസ്താദ് സമാധാനമായി അങ്ങനെ വാദപ്രതിവാദം നടത്തി. ഫീജിമോ ജമാഅത്താണ് വിഷയം. അങ്ങനെയാണ് ആറ്റിക്കാവിന്റെ പള്ളിക്കോകൽ ആദ്യമായിട്ട് ഒരു വായിച്ചത്. അതിനാണ് എടുത്ത് ധരിച്ചിട്ട് മുൽ ഫാറൂഖ് ഊരൊക്കെ കുത്തിയതൊക്കെ പറഞ്ഞത്. ചുരുക്കി പറയട്ടെ, സംവാദത്തിൽ സുന്നികൾ അങ്ങോട്ട് വിജയിച്ചു. പൂടൂര് ഫത്ഹായി, പള്ളി തന്നെ സുന്നികൾക്ക് കിട്ടി. എല്ലാവരും സന്തോഷത്തിലായി. വഹാബികളൊക്കെ മാളത്തിലൊളിച്ചു. പക്ഷേ രാത്രി അങ്ങ് കടക്കുമ്പോ അല്ലാ എ.പി. ഉസ്താദിന് പനി തുടങ്ങി. വല്ലാത്ത പനിയാ. ഉസ്താദ് എത്രയോ തവണ പറഞ്ഞ് ഞാൻ തന്നെ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. 4 ഡോക്ടർമാര് മാറി മാറി പരിശോധിച്ചു. 3 പുതപ്പിട്ട് മൂടിയിട്ടും പനി നിൽക്കുന്നില്ല. കിടുകിടുത്ത പനി തന്നെ. ആ പനിയുടെ ഇടയിൽ എപ്പോഴോ ഒന്നങ്ങ് കണ്ണ് മയങ്ങിപ്പോയി. ഇനി പറയുന്ന പോയിന്റ് ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. ആ ഉറക്കിലതാ സ്വപ്നം കാണുന്നു. ഒരു പൊളിഞ്ഞു വീഴാറായ മതിലുണ്ട്. ആ മതിലരികിലൂടെ വന്യരായ കാന്തപുരം ഉസ്താദ് എങ്ങനെ നടക്കുകയാണ്. കുറച്ചിങ് നടന്നപ്പോ ഒരു മനുഷ്യൻ വന്നിട്ട്, പരിചയമില്ലാത്ത മനുഷ്യനാണ്, പക്ഷെ നല്ല ലോക്യം നടിച്ചിട്ട് തോളിലിങ്ങനെ കൈവച്ചപ്പോ എ.പി. ഉസ്താദ് കൈ ഇങ്ങനെ പതുക്കെ തട്ടി. കാരണം ഇത് പരിചയക്കാരല്ലാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും ഇയാൾ കൈ വെക്കുന്നു, പിന്നെയും എ.പി. ഉസ്താദ് കൈ തട്ടുന്നു. അങ്ങനെ മുന്നോട്ട് നടന്ന് ലേശം ദൂരം എത്തിയപ്പോ ഒരു വലിയ കിണറതാ കാണുന്നു. ആ കിണറിന്റെ മുകളിലോ ഒരു നീല വല ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തങ്ങെത്തിയപ്പോൾ ഈ വന്ന മനുഷ്യൻ എ.പി. ഉസ്താദിനെ പിടിച്ചിട്ടൊരൊറ്റ തള്ളിക്കണറ്റിലേക്ക്. ഉസ്താദ് പറയാ, ഞാൻ എന്റെ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് ഒരൊറ്റ ചാട്ടം അക്കരക്കേക്ക് ഞാൻ അങ്ങോട്ട് ചാടി. ഇയാളും എന്റെ പുറകിൽ ചാടി. പിന്നെ ഇയാൾ കിണറ്റിലേക്ക് വലിക്കുന്നു, ഞാൻ എങ്ങോട്ടും വലിക്കുന്നു. അങ്ങനെ രണ്ടാള് പിടിയും വലിയും കൂടുകയാണ്. വല്ലാത്ത കിതപ്പെനിക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് റളിയല്ലാഹു തആല അൻഹു വരികയാണ്. സിയം വരൂലാനെ കണ്ടപ്പോഴേക്ക് ബദറിൽ ജിബ്രീലിനെയും സൈന്യത്തിനും കണ്ടപ്പം ഇബ്ലീസും കൂട്ടരും ഓടിയ പോലെ കുതുബിയത്തിൽ ഖൗസുല്ലാഹുവിന്റെ മുരീദന്മാർ ഹുദൂർ ഉണ്ടാകുമ്പം ശൈത്താനിയത്ത് പോകുന്ന പോലെ സിയം വരൂലാന്റെ ഹുദൂർ അങ്ങ് വന്നപ്പോ ഈ വന്ന മനുഷ്യനങ്ങ് ഓടിപ്പോയി. ഞാനിങ്ങനെ കതക്കുകയാണ്. സിയം അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറയുന്നു, ഇസ്തഗ്ഫാർ, നിന്റെ വായ തുറക്ക്. ഞാൻ വായ അങ്ങ് തുറന്നു കൊടുത്തു. എ.പി. ഉസ്താദ് പറയാ, അങ്ങ് നാവിന്റെ അടിഭാഗത്തേക്ക് പല്ലിന്റെ മുരട്ടിലേക്ക് ബഹുമാനപ്പെട്ട സിയം അങ്ങ് കൈയിട്ടു. എന്തോ സാധനം എടുത്ത് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് എന്നോട് നെഞ്ഞത്തിങ്ങനെ അടിച്ചിട്ട് പറഞ്ഞ്, പേടിക്കണ്ട കേട്ടോ,
ഈ അടിയോടുകൂടെ ഞാൻ അങ്ങ് നെട്ടി ഉണർന്നു. അപ്പോളാ സ്വപ്നാണ് കണ്ടത് എന്ന് തിരിഞ്ഞത്. പക്ഷേ കണ്ടത് സ്വപ്നമാണെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. 4 ഡോക്ടർമാര് പരിശോധിച്ചിട്ട് സുഖമാകാത്ത പനി, 3 പുതപ്പെട്ട് മൂടി കിടുകിടാ വറക്കുന്ന പനി അപ്രത്യക്ഷമായിരിക്കുന്നു. മാത്രമല്ല ഞാൻ ആ കിതപ്പ് ഇങ്ങനെ അപ്പോഴും പായെ കിടന്ന് ഇങ്ങനെ കതക്കുകയാണ്. അപ്പൊ കണ്ടത് സ്വപ്നാണോ അല്ല CM വന്നോ? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി എന്ത് ഷോളുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് CM വലുതാനെ കണ്ടുപിടിക്കുക തന്നെ. അങ്ങനെ പിറ്റേന്ന് ചെന്ന് ബസ്സിറങ്ങിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ആ വളഞ്ഞ കാലുള്ള കൊടയുമായി AP ഉസ്താദ് നടക്കുകയാണ്. CM വലുതാനെ കിട്ടിയേ പറ്റൂ. അപ്പോഴാ കേട്ടത് കൊടുവള്ളിയിലെ മിഠായി ഹാജിന്റെ വീട്ടിൽ CM ഉണ്ട് എന്ന്. അങ്ങോട്ടേക്ക് ഉസ്താദ് ബസ് കയറി ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട വൈലത്തൂ തങ്ങൾ പാപ്പ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, 10-20 കൊല്ലത്തെ ഹാദിമാണല്ലോ. CM വരുന്ന ഈ മനുവിച്ച് ഇങ്ങനെ ഹാദിമ്യങ്ങൾ ഇരിക്കുകയാണ്. AP ഉസ്താദ് നേർക്കുനേരെ അങ്ങ് കയറി ചെന്നു. അസ്സലാമു അലൈക്കും. സലാം പറയേണ്ട താമസം എന്റെ ചെറുപ്പക്കാരെ. CM വരുന്ന ഇങ്ങോട്ട് പറയുന്നത് വഅലൈക്കുമുസ്സലാം. അമാ ഖുൽതു ലക ലാ തഖഫ് ഫഅഖൂലു ലക الآن ഫലാ തഹ്സൻ. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞിട്ടില്ലേ പേടിക്കണ്ട എന്ന്. അതിന്റെ ബാക്കിയും കൂടെ പിടിച്ചോ. ഫലാ തഹ്സൻ, ഒരു ടെൻഷനും വേണ്ട. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നോക്കിക്കോ നിങ്ങൾ, എപ്പോഴേ CM വരുന്ന ലാഖത്തഹ് പറഞ്ഞത്? തലേന്ന് ഉറക്കത്തില്. എപ്പോഴേ ബാക്കി പറഞ്ഞത്? മുത്തയ്യാജിന്റെ വീട്ടിൽ നിന്ന്. അതാണ് അല്ലാഹു ഔലിയാക്കന്മാർ. അതൊരു അത്ഭുത പ്രപഞ്ചമാണ്. കറാമത്തുക്ക് കടന്ന നേരം പോൾക്കും ആ തരത്തിലുള്ള ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലെ 4 അഖ്താബുകൾ. അതിൽ 1 2 ഈജിപ്തിലാണ്, 2 ഉള്ളത് ഇറാഖിലുമാണ്. ബസറയിൽ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ആദ്യം റിഫായ് ശൈഖിനെ കിട്ടും, പിന്നെ ബഗ്ദാദിലേക്ക് ടൗണിലേക്ക് പോയാൽ ഉദി ശൈഖിനെ കിട്ടും. ഈജിപ്തിൽ ഷാഫി ഇമാമിന്റെ ഖബർ കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ജോർഡാനിലേക്ക് പോകുമ്പോ ആദ്യം ഇബ്രാഹിം ദസൂഖിൽ നിന്നെ കിട്ടും, പിന്നെ അഹമ്മദ് ബദരിയെയും കിട്ടും. ഈജിപ്തിൽ 2 പിന്നെ അഖ്താബുകളും അതേപോലെ തന്നെ ഇറാഖിൽ 2 അഖ്താബുകളും അല്ലാഹുവോട് ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. ആ കൂട്ടത്തിലെ ലീഡർ അല്ല, സൂപ്പർ ലീഡറാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളുടെ പേര് വിളിച്ചുകൊണ്ട് മറ്റൊരു വലിയായ കറാമത്തിലുള്ളവയും കിതാബിന്റെ മുസ്ലിം ആലിം ആയ സദഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു ഉണ്ടാക്കിയ ബൈത്ത്, അത് ചൊല്ലിയിട്ടാണ് ഖുത്ബിയത്ത് ഞാൻ വിളിക്കുന്നത്. ആ ഖുത്ബിയത്തിന് നേതൃത്വം നൽകുന്നതോ കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടന്നു വന്ന് ആത്മീയമായ വലിയ നേട്ടത്തിന് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കറാമത്തിലൂടെ കടന്നു വന്ന് ആത്മീയത കൊണ്ട് ധന്യമാക്കിയ ജമല്ലയിലി തങ്ങളുടെ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട, അതോടൊപ്പം ആലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർകളും ആണ്. അല്ലാഹു ദീർഘായുസ്സും നൽകട്ടെ. കൂട്ടത്തിൽ കുറെ മുത്താലിമീങ്ങളും വീരന്റെ നിസ്വാർത്ഥരായ ഹാദിമീങ്ങളും ഇവിടെ കൊടുക്കുന്ന സദഖയും എല്ലാം അതൊക്കെ മുൻനിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സുകളിലും കഴിവിന്റെ പരമാവധി എന്ത് ഷോളുണ്ടെങ്കിലും ദുന്യവിയായ ഷോലുകൾ മാറ്റിവെച്ച് നമ്മൾ അതൊക്കെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ദുന്യാവ് ഷോലിനല്ല ഇനി പോണത് ആകൃത്തം ഷോയിൽ തന്നെയാണ് അള്ളാഹ് കബൂലാക്കിയെങ്കിലും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകും. വേറെ ആരെങ്കിലും ആണെങ്കിലും ഇത് കഴിഞ്ഞ അടുത്ത സദസ്സ് വേറെ സദസ്സൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് കിട്ടുന്ന ചാൻസ് ആണ് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കുത്തുബിയത്താണ് നടത്തുന്നത്, ഗൗസുല്ലാഹിന്റെ ഹുദൂർ, 2 വഅദ് ഇൽമിന്റെ മജ്ലിസ്, 3 നേതൃത്വം ആലിമും അതേപോലെ തന്നെ സയ്യിദും ആയൊരു അമീറും. അപ്പൊ പഞ്ചസാരക്കുന്ന് നമുക്ക് തേമത പെയ്തു പറഞ്ഞ മധുരവും പഞ്ചാരക്കുന്നന്നെ മധുര പെയ്ത മഴയും കൂടി തേനായ ഇരട്ടി മധുരവും. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാം പാടെ സമന്വയിച്ച് നമ്മളെല്ലാ വിഷമങ്ങളും ഈ സദസ്സ് കൊണ്ട് തീരണം. ഈ പരിസരത്തൊക്കെ റഹ്മത്തും ബറക്കത്തും കിട്ടണം. സുനാമി കടപ്പുറത്ത് നിന്നിട്ട് വരാൻ പാടില്ല. നമ്മളെ കടലിൽ ചാകരെ തന്നെ കിട്ടണം. അവിടെ മീൻ ഇൻഷാ അല്ലാഹ് കുറയാൻ പാടില്ല. അവിടെ ബോട്ടപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തെങ്ങിന് മാല് പിടിക്കാൻ പാടില്ല. ഓരോ
ഒറ്റ പിശാച്ചും ഒറ്റ ഇഫ്രീത്തും അതേപോലെ തന്നെ ക്യാൻസറും അൾസറും അതുപോലെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ചിക്കും ഗുണിയും വഹാബി മൗദൂദിയും തബ്ലീഗും ഒന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിനൊക്കെ വലിയ മരുന്നാണെന്ന് മനസ്സിലാക്കി നമ്മളതിനോട് സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് കറാമത്തിന്റെ ബാബു തുറക്കുമ്പോഴേക്ക് അതിന്റെ സമർത്ഥനവും കഴിവൊക്കെ ഒരുപാടായി പോകും. ഉണ്ടല്ലേ, അതങ്ങനെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് സംബന്ധിക്കണം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മുമ്പത്തെ പോലെയല്ല, നമ്മൾ ഇവിടെ നടക്കുന്ന ഇതേ സമയത്ത് ഈ പ്രസംഗവും ഈ ദിക്റും തങ്ങളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുആയുമൊക്കെ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തും അത് കാണുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനൊക്കെ യുദ്ധത്തിൽ പറഞ്ഞയച്ചിട്ട് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കും. കണ്ണ് കാണാത്തവരും വയസ്സന്മാരും കാല് സുഖമില്ലാത്തവരും ഒക്കെ പെണ്ണുങ്ങളും കുട്ടികളും മക്കളൊക്കെ അവനാന്റെ വിവരം അറിയാം. അപ്പൊ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞിരുന്ന ഇതപ്പ ജാഫർ കൊടി പിടിച്ച് അതാപ്പോ ഷഹീദായി, ഇപ്പൊ അതാണ് മുത്തത്തെ അബ്ദുള്ള കൊടി പിടിച്ച് ഇങ്ങനെ പറഞ്ഞു ചുണ്ടിൽ മേൽത്തിന് ചില ആൾക്കാർ. ഇതെങ്ങനെ കഴിയാം? ഇപ്പൊ നമ്മളെ ഈ ഓണങ്കാറമൂല ഞാൻ പറഞ്ഞെങ്കിൽ പറ്റൂലെങ്കിൽ ഞാൻ പറയുന്നില്ല. ഏതായിരുന്നാലും ഈ ഒരു സ്ഥലത്ത് നടക്കുന്ന പരിപാടി അമേരിക്കയിലും ഫിജിയിലും അതിന്റെ അപ്പുറത്തൊക്കെ കാണുകയാണ്. നോക്കുന്നോളി, ഈ യുഗത്തിൽ എങ്ങനെ വിശ്വാസം പിഴക്കും? ഏതായാലും അത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഈ മഹല്ലുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ സദസ്സിലേക്ക് സംബന്ധിക്കുന്ന തങ്ങൾ അവരുടെ മുഹിബ്ബീങ്ങളും അശിക്യങ്ങളും കൊണ്ട് അള്ളാഹുവേ ഇവിടെ പങ്കെടുത്തതുപോലെ പുണ്യം അവർക്ക് ഇനി നൽകണേ അല്ലാ. അവർക്ക് നല്ലോണം ഹൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. പണ്ടൊക്കെ ഇവിടുന്ന് പോകുമ്പോ കുത്തുബീയത്തിലും വരുമ്പോ വഹാബിയാകല, ഇപ്പൊ നേരെ തിരിച്ചാ. കാരണം അവിടെ ചെന്ന ഓൺലൈനിൽ കൂടെ എല്ലാ സംവാദം പടവെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കളമൊരുക്കുന്ന ഓൺലൈനിന്റെ പ്രവർത്തകന്മാർ അവർ കരശിന തണല് കൊടുക്കണേ അല്ലാ. തിരക്കിട്ട ഗൾഫിലെ ജോലിക്കിടയിലും വിശ്രമിക്കാൻ കിട്ടുന്ന കുറഞ്ഞ സമയം അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവർ അള്ളാഹുവെ സ്വർഗത്തിൽ അവർ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. ഈ മഹല്ല് കെട്ടുറപ്പോടുകൂടെ പദ്ധതിയോടുകൂടെ ഖിയാമം വരെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ തന്നെ നയിക്കാൻ ഇപ്പോൾ നേതൃത്വം നൽകുന്ന സയ്യിദവർകൾക്കും ഇനി വരുന്ന സാരഥികൾക്കും ഒക്കെ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഈ മഹല്ലത്തിലൊറ്റ അള്ളാന്റെ റസൂൽ സാധാരണക്കാരാണ് പറയുന്ന മൊയ്തി കാഫിറാന്ന് പറയുന്ന സുന്നികളെ കൊല്ലണമെന്ന് പറയുന്ന ജാതി പിഴച്ച വിശ്വാസികളായ വഹാബി മൗദൂദ് തബ്ലീഗിന്റെ കമ്പനികൾ ഒരൊറ്റ ഒന്നും നീ അടുപ്പിക്കല്ലേ അല്ലാ. നിങ്ങളെ മക്കളും പേരമക്കളും ഞങ്ങളെ മരിച്ച യാസീൻ ഓതിയിട്ട് കയ്യൊന്തിക്കുന്നേ, ഞങ്ങളെ കബറം പുറത്ത് വരുന്നേ, നാളെ മുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയ പ്യൂർ സുന്നികളാക്കണേ അല്ലാ. ഞങ്ങൾ ഈ ബന്ധങ്ങളും സ്നേഹങ്ങളും ഒക്കെ തങ്ങൾ പാപ്പാക്ക് വിളിക്കാൻ തോന്നിയത് ദീനിന്റെ മഹബത്താണ്. 92, 93 ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് തങ്ങൾ പാപ്പ വിളിച്ചിട്ട് ഇവിടെ വേദന വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ തങ്ങൾ പാപ്പ വിളിച്ചപ്പോഴേക്ക് വരണം എനിക്ക് തോന്നിയതും ദീനിന്റെ മഹബത്താണ്. നിങ്ങൾ എന്റെ പ്രസംഗം കേട്ട് ഉറങ്ങാതെ എല്ലാവരും ഇരുന്നു, അത് ദീനിന്റെ മഹബത്താ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ദീനിന്റെ മഹബത്താ. അല്ലാഹുവേ ഈ ബന്ധങ്ങളും മഹബത്തും ഒക്കെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കണേ അല്ലാ. ദുന്യാവുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളെ മുത്താലിമീങ്ങൾക്കും ആഫിദീങ്ങൾക്കും ഒക്കെ ഭക്ഷണം, വസ്ത്രം, കിതാബൊക്കെ തരുന്ന, കൈ നീട്ടുമ്പോൾ സഹായിക്കുന്ന, ഞങ്ങൾ നേതൃത്വം നൽകുന്ന തങ്ങന്മാർ, ഉസ്താദുമാർ, ഞങ്ങളെ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് എൻ്റെ ജന്നാത്തുൽ നഈമാകുന്ന സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ അവസരം തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ